നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം താപാന്ധകാരാർക്ക വിവേകവൈരാഗ്യനിധിപ്രദാഭ്യാം ബോധപ്രദാഭ്യാം ദ്രുതമോക്ഷദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണ 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 ഹരേ ഹരേ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദൗവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബബലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാത്
കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗതി കൃഷ്ണേന പ്രതിഹന്യതേ കലിമരം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവ ആശ്രയ. ശ്രീഹരേ നമഃ. പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായം പ്രധാനമായും ധർമ്മപുത്രരോട് ഭീഷ്മപിതാമഹൻ ചെയ്യുന്ന ഉപദേശം. ഭീഷ്മര് സച്ചിദാനന്ദ വിഗ്രഹനായ ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭഗവൻ മഹിമയെ പ്രകാശിപ്പിച്ച് സ്തുതിക്കുന്നതും ആ ഭഗവത് അനുഗ്രഹത്താൽ ജീവൻ മുക്തനായി തീർന്ന യോഗീശ്വരനായ സനകാദി യോഗീശ്വരൻ തുല്യനായ ഭീഷ്മരുടെ ആ ഭഗവത് പ്രാപ്തി അഥവാ വിദേഹമുക്തിയും പറയുന്നു. ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാം തതോ വിനശനം പ്രാഗാത് എത്ര ദേവവ്രതോ പതത്. ഇതി ഭീത ഇപ്രകാരം വിഷണ്ണനും ഭയചകിതനുമായി ധർമ്മപുത്രൻ. എങ്ങനെ? നേരത്തെ സൂചിപ്പിച്ചുവല്ലോ കഴിഞ്ഞ മുമ്പത്തെ ശ്ലോകത്തിൽ, കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ. ഞാൻ എത്ര മഹാപാപിയാണ് അല്ലേ, ചത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും കുറുക്കം തിന്ന് അതിന് ആഹാരമായി തീരേണ്ട ഈ ശരീരത്തിൽ ഞാനെന്ന അഭിമാനം വെച്ചുകൊണ്ടല്ലേ ഈ നശ്വരമായൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നിരപരാധികളായ എത്രയോ ആളുകളെ ഞാൻ കൊന്നു, എത്രയോ കുട്ടികൾ അനാഥരായി, എത്രയോ കുടുംബങ്ങൾ അനാഥമായി, എത്രയോ സ്ത്രീകൾ വിധവകളായി തീർന്നുവല്ലോ എന്നൊക്കെയുള്ള വിചാരം കൊണ്ട് അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള അധർമ്മഭീതി, പാപഭയം ഒക്കെ കടന്നുകൂടി. അതിൻ്റെ ഫലമായിട്ടോ നരകയാതന, എനിക്ക് നരകത്തുനിന്ന് എന്നാ പുറത്തു കിടക്കാൻ പറ്റുക, ഇത്ര കാലം നരകവാസം വേണ്ടി വരുന്നുള്ള എന്താ കാരണം? വിഷം. എല്ലാവരുടെയും മനസ്സിന് സാക്ഷിയായി നിന്നുകൊണ്ട് മനസ്സിൽ നടക്കുന്ന എല്ലാ ചിന്തകളെയും അറിയും, കാണുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെ. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ അഭീഷ്ടം സാധിപ്പിച്ച് ഭക്ത അനുഗ്രഹം ചെയ്യാൻ മോഹിച്ചുകൊണ്ട് അതിനൊരു കാരണം ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ വെറുതെ ഭഗവാന് ഇപ്പോൾ ദ്വാരയ്ക്ക് പുറപ്പെട്ട ഭഗവാന് കുരുക്ഷേത്രത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ആവുമോ? കുരുക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഒരു കാരണം വേണം. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അങ്ങനെ പലരും ഉപദേശിച്ചു. ധൗമ്യൻ, വ്യാസൻ, മഹാഭാരതത്തിൽ പോയി കഴിഞ്ഞാൽ കുന്തി ഉപദേശിക്കുന്നുണ്ട്, അമ്മ സഹോദരന്മാർ ഓരോരുത്തർ ഉപദേശിക്കുന്നുണ്ട്, പാഞ്ചാലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പലരും വന്ന് ധർമ്മപുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങേക്ക് അധർമ്മമില്ല, ധർമ്മയുദ്ധമാണ്. പോരാത്തതിന് ഇത് ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാനല്ലേ അവരെ വധിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പോലും, അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും വലിയ പാപി എന്ന് വരില്ലേ എന്നൊക്കെ സൂചിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതൊന്നും തൃപ്തിയായില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു, ശരി, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ധർമ്മം അറിയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ ധർമാത്മാവാണ് ഭീഷ്മർ. ഞങ്ങളുടെ സംശയം തീർത്ത് തരാൻ ഇന്ന് ഭൂമിയിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളാരും പറഞ്ഞിട്ട് സംശയം തീർന്നില്ലല്ലോ, ഭീഷ്മരോട് ചോദിക്കാം. ഭീഷ്മർ പറയട്ടെ, അങ്ങ് പാപം ചെയ്തോ, അധർമ്മം ചെയ്തോ, അങ്ങക്ക് നരകമാണോ വെച്ചിട്ടുള്ളത് അതോ സ്വർഗമാണോ വെച്ചിട്ടുള്ളത് എന്ന് ഭീഷ്മർ പറയട്ടെ എന്നായി. അത് കേട്ടപ്പോൾ ധർമ്മപുത്രന് തൃപ്തിയായി. ഭീഷ്മരുടെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സർവധർമ്മവിവത്സയാ, സർവധർമ്മങ്ങളുടെയും രഹസ്യം അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി വിനശനം പ്രാകാത് ദേവവ്രതം ഭീഷ്മര് മരണത്തെ കാത്തുകിടക്കുന്ന ആ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തദാതേ ഭ്രാതര സർവേ സദശ്വൈഃ സ്വർണഭൂഷിതൈഃ അന്വഗച്ഛൻ രഥൈർവിപ്രാഃ വ്യാസധൗമ്യാദയസ്ഥതാം. ഭീഷ്മപിതാമഹൻ ശരശയനത്തിൽ വീണ് കിടക്കുന്നത് ഏത് ദിക്കിലാണോ അതാണ് വിനശനം, അതാണ് കുരുക്ഷേത്രം. ആ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സർവധർമ്മ രഹസ്യമറിയാനുള്ള ജിജ്ഞാസയോടുകൂടി സഹോദരങ്ങളോടുകൂടി പുറപ്പെട്ടു. സഹോദരങ്ങൾ മാത്രമല്ല, തേ ഭ്രാതര സർവേ, ആ സഹോദരന്മാർ 4 പേരും സ്വർണഭൂഷിതമായിട്ടുള്ളതായ സർവാലങ്കാരഭൂഷിതമായ തേരിൽ കയറി പുറപ്പെട്ടു. അവരുടെ കൂടെയോ സാക്ഷാൽ ഭഗവാനും പുറപ്പെട്ടു. വ്യാസൻ, ധൗമ്യൻ മുതലായ മഹർഷിമാരും അവരെ അനുഗമിച്ചു. എന്താ? ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആ രംഗം കാണാൻ, ഭീഷ്മരുടെ മുഖത്ത് നിന്ന് ധർമ്മോപദേശം കേൾക്കാൻ വേണ്ടി ഈ മഹർഷിമാരും
പാണ്ഡവരെ അനുഗമിച്ചുകൊണ്ട് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭഗവാനവിപ്രർഷേ രഥേന സധനഞ്ജയ സദൈർവരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈ. ഭഗവാൻ മനുഷ്യ നാട്യം അഭിനയിക്കുന്ന ഭഗവാനും അർജുനനോടുകൂടി അർജുനനെ അനുഗമിച്ചുകൊണ്ട് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അടുത്ത സങ്കല്പമാണ്. പാണ്ഡവന്മാർ ഇന്ന് ധർമ്മപുത്രൻ്റെ സ്ഥിതി എന്താ? എങ്ങനെയാണോ തൻ്റെ ഭൃത്യന്മാരാകുന്ന ഗുഹ്യകന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കുബേരൻ ശോഭിക്കുന്നത്, കുബേരനെ മാതിരി ഭൂമിയിൽ ധർമ്മപുത്ര മഹാരാജാവ് ശോഭിച്ചു എന്നാണ്. അവിടെയോ അവരെല്ലാവരും ചില സമയത്ത് ആ മഹാത്മാവിൻ്റെ സ്ഥിതി എന്താ? ഭീഷ്മരെ കണ്ടു. അവരെ എങ്ങനെയാണ് ഭീഷ്മരെ കണ്ടത്? ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഹു പാണ്ഡവാഹ ഭീഷ്മം സാനുകാ സഹചക്രിണ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു ദേവരെ മാതിരിയാണ് അത്രേ ഭീഷ്മരെ കണ്ടത്. വാസ്തവത്തിൽ അദ്ദേഹം ദേവലോകത്തു നിന്ന് വന്ന ആളാണല്ലോ. അഷ്ടവസുക്കളിൽ ദ്യോവെന്ന് പേരായ വസുവാണല്ലോ. വസിഷ്ഠ ശാപം കൊണ്ട് ഭൂമിയിൽ പറക്കേണ്ടി വന്നതല്ലേ. ദേവശ്രേഷ്ഠനായ വസുവാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ദിവ്യദേവനെ പോലെ ശരയത്തിൽ വീണ് കിടക്കുന്ന ഭീഷ്മപിതാമഹനെ കണ്ട് പാണ്ഡവന്മാർ പരിവാരങ്ങളോട് കൂടെ വന്ന എല്ലാവരോടും ഭഗവാൻ ശ്രീകൃഷ്ണനോടുകൂടി ശ്രീകൃഷ്ണനടക്കം എല്ലാവരും ചേർന്ന് ആ ഭീഷ്മപിതാമഹൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച സത്രാസൻ ദ്രഷ്ടും ഭരതപുങ്കവം. ഭരതപുങ്കവനെ ദർശിക്കാനായി, മഹാത്മാവായ ഭീഷ്മപിതാമഹനെ ദർശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അവസാന രംഗം കാണാൻ വേണ്ടി എത്രയെത്ര മഹർഷിമാരാണ് വന്നത്. ദേവർഷിമാർ, നാരദാദികളാവുന്ന ദേവർഷിമാർ, ബ്രഹ്മർഷികൾ, രാജർഷികൾ, അങ്ങനെ അനേകം ഋഷീശ്വരന്മാരെ കൊണ്ട് നിറഞ്ഞോടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ. എത്ര ഋഷിമാർ ആരൊക്കെ അവിടെ ശിഷ്യപ്രശിഷ്യന്മാരോടുകൂടി വന്നു ചേർന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ പറയണു അടുത്ത 2-3 ശ്ലോകത്തിൽ. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത. പർവ്വത ഋഷി, ശ്രീനാരദ ഋഷി, ധൗമ്യ ഋഷി, ബാദരായണൻ, വേദവ്യാസ മഹർഷി, ബൃഹദശ്വൻ, ഭരദ്വാജൻ, രേണുകാസുതൻ, പരശുരാമൻ ശിഷ്യന്മാരോടുകൂടി വന്നു. വസിഷ്ഠ മഹർഷി, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃഹത്സൻ തുടങ്ങി അനേകം മഹർഷിമാർ. വസിഷ്ഠ ഇന്ദ്രപ്രമദ ത്രിതോ ഗൃത്സമതോസിത കക്ഷീവാൻ ഗൗതമോ ത്രിശ്ചാം കൗശികോദ സുദർശന അന്യേ ജമുനയോ ബ്രഹ്മൻ ബ്രഹ്മരാദാദയോ മലാഹ ശിഷ്യൈരുവേദാജഗ്മുഃ കാശീവാംഗിരസാദയ. പർവ്വത മഹർഷി, ശ്രീനാരദ മഹർഷി, ധൗമ്യൻ, വേദവ്യാസൻ, ബൃഹദശ്വൻ. നോക്കണം, സാധാരണ ഒരാൾ മരിക്കുമ്പോൾ ആരെങ്കിലും പോവോ? ഇവിടെ എത്ര മഹർഷിമാരാണ് ഈ ഭക്തനെ കാണാൻ വേണ്ടിയിട്ടേ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ആലോചിച്ച് നോക്കൂ. അത്രി, ഗൗതമൻ, വിശ്വാമിത്രൻ, സുദർശനൻ, ശ്രീശുക ബ്രഹ്മർഷി, കശ്യപ മഹർഷി, ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതി, ഇങ്ങനെ വേറെയും മുനികൾ അവരെ ശിഷ്യസംഘങ്ങളോടുകൂടി അവിടെ വന്നു ചേർന്നു. തന്നെ കാണാൻ വേണ്ടി, വാസ്തവത്തിൽ കാണാനല്ല, തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഭീഷ്മരെ എങ്ങനെയാണ് കണ്ടത്? തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി. തൻ്റെ ആ ദേഹത്യാഗ സമയം ഇത്രയും ഋഷീശ്വരന്മാരെ ഒന്നിച്ച് കണ്ട് നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലേ. അവരുടെ ദർശനം തന്നെ എത്രയോ പാപക്ഷയം പുണ്യകരവുമായിട്ടുള്ള അല്ലേ. പക്ഷേ എങ്ങനെയിപ്പോൾ അവരെ പൂജിക്കാം? ശരശയിൽ കിടക്കുന്ന അദ്ദേഹത്തിന് എഴുന്നേൽക്കാനോ അവരെ നമസ്കാരം ചെയ്യാനോ പാദപൂജ ചെയ്യാനോ ആവുമോ? പക്ഷേ കാലത്തിനും ദേശത്തിനും അനുസരിച്ചാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്നാണ്. ഈ സന്ദർഭത്തിൽ, ഈ കാലത്ത്, ഈ ദേശത്ത്, ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ ധർമ്മം ചെയ്യാൻ പറ്റും? താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യം വസൂത്തമഃ പൂജയാമാസ ധർമ്മജ്ഞ ദേശകാല വിഭാഗവിത്. ധർമ്മജ്ഞനാണ് അദ്ദേഹം. സകലധർമ്മത്തെ വേണ്ടവണ്ണം അറിയുന്നവനാണ്. കാലദേശമനുസരിച്ച് എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് അറിയുന്ന അദ്ദേഹം യഥായോഗ്യം അവരെയൊക്കെ പൂജിച്ചു എന്നാണ്. ദേശകാല വിഭാഗവിത് എന്നർത്ഥം. കാലദേശമനുസരിച്ച് ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള ധർമ്മരഹസ്യം അറിയുന്ന അദ്ദേഹം എങ്ങനെ പൂജിച്ചു? പൂജയാമാസ, പൂജിച്ചു. എഴുന്നേറ്റിട്ടാണോ? പാദം വെള്ളം കൊണ്ടുവന്ന് വാല് കഴുകിയിട്ടും അതെ മാല ചാർത്തിയിട്ടും നമസ്കാരമാണോ? അല്ല. പിന്നെയോ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പൂജിച്ചു എന്നർത്ഥം. ആ കിടപ്പിൽ ഇപ്പം അതല്ലേ പറ്റുള്ളൂ. നല്ല വിശിഷ്ടമായ വാക്കുകൾ പറഞ്ഞ് അവരെ ആദരിച്ചു. അതുപോലെ മനസ്സുകൊണ്ട് എല്ലാവരെയും
പാദത്തിൽ പ്രണമിച്ചു. അപ്പോഴാണ് ശ്രീകൃഷ്ണനെ കണ്ടത് ഭീഷ്മര്. കൃഷ്ണഞ്ച തൽപ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂരയാമാസ മായയോപാത്ത വിഗ്രഹം. തൻ്റെ മുമ്പിൽ പാണ്ഡവരോടൊപ്പം തന്നെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ടതും അദ്ദേഹം ഭക്തി കൊണ്ട് ഹൃദയം അലിഞ്ഞു, കരളലിഞ്ഞു. തൻ്റെ തനിക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി എഴുന്നേറ്റുള്ള ഭഗവാൻ ഈ കൃഷ്ണൻ ആരെന്ന് ഇവർക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ലോകരെ അറിയണില്ലല്ലോ. എന്നാൽ ആ ഭഗവാൻ ആരെന്നും ഭഗവാന്റെ മഹിമ എന്തെന്നും അവിടുത്തെ കൃപ കൊണ്ട് അറിയാൻ ഭാഗ്യമുണ്ടായ ഭീഷ്മര് ഹൃദിസ്ഥം സദാ തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനാണ്. തൻ്റെ മാത്രമല്ല സർവരുടെ ഹൃദയത്തിലും അന്തര്യാമിയായി ആത്മസ്വരൂപനായി വിളങ്ങുന്നവനാണെങ്കിലും ഇപ്പതാ ജഗദീശ്വരനും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ളവനാണ്. എങ്കിലും യോഗമായ കൊണ്ട് മായാ ഉപാത്ത വിഗ്രഹം, മായ കൊണ്ട് ഒരു മനുഷ്യനാട്യമെടുത്ത് ലീലയാടുന്നവനായ യാദവോത്തമനായി മുമ്പിൽ എഴുന്നള്ളിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുത്തെ പ്രഭാവം അറിഞ്ഞുകൊണ്ട് പൂജിച്ചു നൃത്തം. അപ്പോൾ കൃഷ്ണൻ്റെ മഹത്വം അറിയാം. കൃഷ്ണൻ ആരാണ്? എല്ലാവരെയും ഹൃദയത്തിൽ വസിക്കുന്ന അന്തര്യാമിയാണ്. പോരാ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണനായ ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പോൾ കൃഷ്ണനായി വന്നതോ മായ കൊണ്ട് ഭക്താനുഗ്രഹത്തിന് വേണ്ടി ഒരു മനുഷ്യരൂപമെടുത്ത് ലീലയാടുകയാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെയും യഥായോഗ്യം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പൂജ ചെയ്തു. പണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാജഷ്ഠാനുരാഗാശ്രൈ അന്ധീഭൂതേന ചക്ഷുഷാം. പാണ്ഡവന്മാർ അത്യധികം വിനയത്തോടും പ്രേമത്തോടും കൂടി തൻ്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് നിൽക്കണം കണ്ടു. അവരുടെ ആ സ്നേഹവും വിനയവും ഭക്തിയും ആദരവും ഒക്കെ കണ്ട് ആ പാണ്ഡവന്മാരോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കൃപ കൊണ്ട് ആവിഷ്ടനായി അദ്ദേഹം. പ്രശ്രയ പ്രേമസംഗതാൻ ഉപാസീനാൻ പാണ്ഡുപുത്രാൻ, വിനയാന്വിതരായി ഭക്തിയോടും ആദരവോടും കൂടി തൻ്റെ ദർശനത്തിന് വേണ്ടി തൻ്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ച് നിൽക്കുന്ന ആ പാണ്ഡവന്മാരെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കാരുണ്യം അണവട്ടി ഒഴുകിന. അത് എങ്ങനെ? കണ്ണിലൂടെ ധാരധാരിയായി വാത്സല്യാശ്രുക്കൾ, അവരോടുള്ള വാത്സല്യം, കാരുണ്യം, സ്നേഹാശ്രുക്കൾ നല്ലോണം ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ട് വേണ്ടവല്ലേ കണ്ണ് കാണാൻ പോലും കഴിയാണ്ടായി, അല്ലേ? കണ്ണ് ചിലപ്പോൾ സന്തോഷം കൊണ്ടായാലും ചിലപ്പോൾ സങ്കടം കൊണ്ടായാലും കണ്ണീര് വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം കാണാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ ഇവരോടുള്ള വാത്സല്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. എന്താ, ഇത്രയൊക്കെ നല്ലവരായ അവർക്ക് കഷ്ടപ്പാട് ഒഴിഞ്ഞിട്ട് നേരണ്ടായില്ലല്ലോ എന്നുള്ള ഒരു വിചാരം ഈറനണിഞ്ഞു. ആ അശ്രുപൂർണങ്ങളായ കണ്ണുകളെ കൊണ്ട് അവരെ നോക്കി. ഇനി അവരൊന്നും പറഞ്ഞിട്ടില്ലേ, അവരൊന്നും ചോദിച്ചിട്ടില്ല. പാണ്ഡവന്മാരൊന്നും ചോദിക്കാണ്ട് തന്നെ പാണ്ഡവന്മാരോട് അങ്ങോട്ട് പറയാ ഭീഷ്മ പിതാമഹൻ. അഹോ കഷ്ടം അഹോന്യായം യത്യൂയം ധർമ്മനന്ദനാഹ ജീവിതം നാർഹത ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാഹ. ഹേ പാണ്ഡവരെ, ഹേ ധർമ്മനന്ദനാഹ, ഹേ ധർമ്മനന്ദനന്മാരെ, പാണ്ഡവന്മാരെ, അഹോ കഷ്ടം, ഇതെന്തൊരു കഷ്ടം. അഹോ അന്യായം, ഇതെന്തൊരു അന്യായം. നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടവും ക്ലേശവും അനുഭവിക്കാൻ ഇടവന്നത് അന്യായമാണെന്നർത്ഥം. എന്താ കാരണം? വിപ്രധർമ്മ അച്യുതാശ്രയാഹ. എന്താ കാരണം വെച്ചാൽ മഹാത്മാക്കളായ ഋഷീശ്വരന്മാരെയും ധർമ്മത്തെയും കരുണാനിധിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ആശ്രയിച്ച് ജീവിച്ചിട്ടും അങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇപ്രകാരം ജീവിതം നാഹൃതക്ലിഷ്ടം, ഇങ്ങനെ കഷ്ടം നിറഞ്ഞ ജീവിതം അനുഭവിക്കാൻ നിങ്ങൾ അർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ കഷ്ടവും ക്ലേശവും ദുരിതമൊക്കെ ജീവിതത്തിൽ വരാൻ പാടില്ലായിരുന്നു. എന്താ കാരണം? അധർമ്മത്തിൽ നിന്നാണ് നമുക്ക് കഷ്ടം ഉണ്ടാവുക, അല്ലേ? അധർമ്മം എപ്പോഴാണ് നമ്മൾ ചെയ്യുക? അഹങ്കാരം കൊണ്ടാണ് നമ്മൾ അധർമ്മം ചെയ്യുക. അപ്പോൾ അധർമ്മത്തിൽ നിന്നും, അധർമ്മത്തിന് കാരണമായ അഹങ്കാരത്തിൽ നിന്നും, ഇത് രണ്ടും വന്നാലോ അഹങ്കാരം വന്നാൽ ഈശ്വര വിമുഖനാവും. ഈശ്വര വിമുഖതയിൽ നിന്നും നമ്മൾ അധർമ്മം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, കഷ്ടം ഉണ്ടാവും. ഇത് വല്ലതും പാണ്ഡവരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വിപ്രധർമ്മ അച്യുതാശ്രയാഹ എന്ന് പറഞ്ഞത്. അച്യുതനായ, ച്യുതിയില്ലാത്ത, നാശരഹിതനായ, സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും ആശ്രയിച്ച് അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചവരാ. എപ്പോഴും ഋഷീശ്വരന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചവരാ. ധർമ്മത്തിന് വേണ്ടി സർവവും ഇടിഞ്ഞവരാ. ധർമ്മത്തിൻ്റെ മാർഗത്തെ അണുവിട വ്യതിചലിക്കാതെ പിന്തുടരുന്നവരാ. എന്നിട്ട് നിങ്ങൾക്ക് കഷ്ടം വന്നു. അധർമ്മത്തിൻ്റെ ഫലമല്ലേ ദുഃഖം, കഷ്ടവും? ധർമ്മത്തിൻ്റെ ഫലമല്ലല്ലോ.
അപ്പോൾ പിന്നെ എന്താ നിങ്ങൾക്ക് അങ്ങനെ വരാൻ കാരണം? അങ്ങനെ ആലോചിച്ചപ്പോൾ യുക്തിയില്ല അല്ലേ? അപ്പോൾ കാര്യം കൂടാതെ കാര്യം ഉണ്ടാവാനും വയ്യ. അപ്പോൾ ഒന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ, ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം ഭഗവാന്റെ സങ്കല്പം കൊണ്ടെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയാം. നീ നിങ്ങളുടെ അമ്മയുടെ സ്ഥിതി ആലോചിച്ചാലോ? അമ്മയുടെ മഹത്വം എത്രയാ? സംസ്ഥിതേ അതിരഥേ പാണ്ഡവ പൃഥാ ബാലപ്രജാപധൂ യുഷ്മത്കൃതേ ഭൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹൂ. അതിരഥനായ പാണ്ഡു, വില്ലാളികളിൽ വെച്ച് അഗ്രഗണ്യൻ, വലിയ വില്ലാളി വീരനാണ് അതിരഥൻ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള പാണ്ഡു മഹാരാജാവ് മരിച്ചതിന് ശേഷം അന്ന് ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളായിരുന്നു നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ അന്ന് ഭർത്താവിനോടുകൂടി ചിതയിൽ പ്രവേശിക്കേണ്ടിരുന്നത് തന്നെ, സതീ പ്രയോഗം ചെയ്യാതിരുന്നത് തന്നെ. അങ്ങനെ നിങ്ങളെ വളർത്താൻ വേണ്ടി എത്രയോ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടാണ് ദേവി നിങ്ങളെ ഈ നിലയിലാക്കിയത്. അപ്പോൾ പാത്രദോഷവും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, കർമ്മദോഷവും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ലേശം വന്നു, ദുരിതം വന്നു? നോക്കണം, പാണ്ഡവന്മാർക്ക് വിപ്രധർമ്മ അച്യുത ആശ്രയത്വമുണ്ട്, നമുക്കുണ്ടോ? നോക്കണം, ഇത്രയൊക്കെ യോഗ്യതയുള്ള പാണ്ഡവന്മാർക്ക് പോലും ദുഃഖവും ദുരിതവും ഒഴിഞ്ഞിട്ട് ജീവിതം ഉണ്ടായോ? അപ്പോൾ നമ്മളൊക്കെ ധർമ്മം അവസരവാദികളാണ് നമ്മൾ, അല്ലേ? മഹാത്മാക്കളെ പരിപൂർണമായി ആശ്രയിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? ഈശ്വരനെ ആശ്രയിക്കേണ്ടത് പരിപൂർണമായെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് അല്ലറ ചില്ലറ കഷ്ടപ്പാട് ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അയ്യോ കഷ്ടം, അല്ലേ? നമുക്ക് ഈശ്വരനെ പോലെ സംശയം തോന്നുന്നു. അങ്ങനെയാണ് ഈ പാണ്ഡവന്മാരുടെ സ്ഥിതി എന്താ? ഇത്രയൊക്കെ ഒരു കാരണവശാലും ദുഃഖം ഉണ്ടാവാനുള്ള അധർമ്മവും പാപവും ചെയ്തിട്ടില്ലാത്ത അവർക്കും ജീവിതത്തിൽ കഷ്ടപ്പാടും ക്ലേശങ്ങളും ഉണ്ടായി എങ്കിൽ ഇതിനെന്തായിരിക്കും കാരണം? ഇതെല്ലാം കാലസ്വരൂപനാകുന്ന ഈ ശ്രീകൃഷ്ണനാകുന്ന ഈശ്വരൻ്റെ സങ്കല്പമാണ്. സർവം കാലകൃതം മന്യേ ഭവതാം ജയതപ്രിയം സബാലോ യദ്വശേ ലോകോ വായോരിവ ഖനാവലി. പറയാണ്, വായോരിവ ഖനാവലി. ആകാശത്തിലുള്ള മേഘക്കൂട്ടങ്ങൾ സ്വതന്ത്രമാണോ? അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? വായോരിവ, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അത് ചലിക്കപ്പെടുന്നു, അല്ലേ? ഇതുപോലെയാണ് ലോകത്തിലുള്ള ലോകപാലകന്മാരും ഈ ലോകരും എല്ലാവരും ആ കാലസ്വരൂപനായ ഭഗവാന്റെ അധീനത്തിലാണ് പ്രവർത്തിക്കണമെന്നർത്ഥം. ആ കാലസ്വരൂപനായ ഭഗവാന്റെ സങ്കല്പത്താലാണ് നിങ്ങൾക്കും ക്ലേശമുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കഷ്ടവും ദുഃഖവും വരാൻ പാടില്ല. ആരാ ഈ കാലസ്വരൂപൻ? ആരെക്കുറിച്ചാണ് ഭീഷ്മർ കാലസ്വരൂപൻ എന്ന് പറഞ്ഞത്? കാലോസ്മി എന്ന് യുദ്ധക്കളത്തിൽ വെച്ച് ഈ കൃഷ്ണൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭീഷ്മര്. കാലോസ്മി സർവ ലോകക്ഷേക പ്രവൃദ്ധ, ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മഹാകാലമാകുന്നു ഞാൻ. കാലം ഭഗവാനാണ്. എന്താ പുരുഷരൂപേണ കാലരൂപേണ ബഹി, അകത്ത് ആ ആത്മസ്വരൂപനായിട്ടും പുറത്ത് കാലസ്വരൂപനായും ഇരുന്ന് തന്നെ ആശ്രയിക്കുന്നവർക്ക് മൃത്യുമുത അമൃതം ച. ആ ആത്മസ്വരൂപനായ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അമൃതത്വത്തെ മോക്ഷത്തെയും അല്ലാത്തവർക്ക് മൃത്യുവിനെയും കാലരൂപിയായി നിന്നുകൊണ്ട് മൃത്യുവിനെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഭഗവാനോ ആ ഭഗവാനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന് കൃഷ്ണപ്രഭാവം അറിഞ്ഞുകൊണ്ട്, അത് സാധാരണക്കാർക്കൊന്നും ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പം അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മപുത്രരെ അതികളെ സമാധാനിപ്പിക്കുക. അല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ദുഃഖം വരും? എത്ര ധർമ്മസുതോ രാജ ഗദാപാണിർവൃഗോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡീവം ചാപം സുഹൃത് കൃഷ്ണ തതോ വിപത്. എത്ര ധർമ്മസുതോ രാജ്യം ഭരിക്കുന്നത് രാജാവാരാ? സാക്ഷാൽ ധർമ്മദേവൻ്റെ തന്നെ അംശമായി അവതരിച്ച ധർമ്മപുത്രൻ, യമധർമ്മൻ്റെ അംശം കൊണ്ട് അവതരിച്ച ധർമ്മപുത്രനാണ് രാജാവായിട്ട് രാജ്യം ഭരിക്കുന്നത്. പോരാ, ഗദയും എടുത്തുകൊണ്ട് അജയ്യനായ, വേറെ ആർക്കും ജയിക്കാൻ കഴിയില്ലാത്ത ഭീമസേനൻ സഹോദരൻ അപ്പുറത്ത് സഹായത്തിനുണ്ട്, അല്ലേ? ഗദായുദ്ധത്തിൽ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്ത ഭീമസേനൻ തൊട്ടപ്പുറത്ത് സഹായിക്കാൻ. ഇപ്പുറത്തോ ദിവ്യാസ്ത്രങ്ങളോടുകൂടിയ അർജുനൻ ധർമ്മപുത്രനെ സഹായിക്കാനേ. അപ്പുറത്ത് ഇടതും വലതും ആരാ? ആ അജയ്യനായ ഗദായുദ്ധത്തിൽ അജയ്യനായ ഭീമസേനൻ. ഇപ്പുറത്തോ വിലാളി വീരനും അതും ഗാണ്ഡീവധന്വാവായ ഗാണ്ഡീവം കയ്യിലുള്ളതായ അർജുനൻ. അത് മാത്രമല്ല, അതിനേക്കാളും സർവോപരി എന്താ? സുഹൃത് കൃഷ്ണ. ഇതിനേക്കാളൊക്കെ മേലെയാണ്, ഇവരെക്കാളൊക്കെ ഉപരിയായിട്ടുള്ളതാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. പരമസുഹൃത്തായി നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ ഒപ്പം കൂടെയുണ്ട്. എന്നിട്ടും തതോ വിപത്, പിന്നെയും പിന്നെയും ഉത്തരോത്തരം നിങ്ങൾക്ക് ആപത്ത് തന്നെ വരണു. ആശ്ചര്യം എന്നല്ല എന്താ പറയുക? ഇതിന് യുക്തിയുണ്ടോ? ഉത്തരവുണ്ടോ ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ വരണേന്? അപ്പോൾ എന്തൊക്കെ യോഗ്യതയുണ്ട് ഇവർക്ക്?
യവധർമ്മൻ്റെ അംശം കൊണ്ട് അവതരിച്ച ധർമ്മപുത്രനാണ്. അതുകൊണ്ട് പുണ്യം ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അസ്ത്രബലം അതിൻ്റെ, ശരീരബലം ഭീമസേനൻ്റെ, സർവോപരി ഈശ്വരാനുകൂല്യം. നോക്കണേ, ഇതെല്ലാം ഒത്തുചേർന്നവരാണ് ഈ പാണ്ഡവർ. അവിടെ ആപത്തിന് സ്ഥാനം എവിടെ? എന്നിട്ട് നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞില്ല എന്ന് വന്നാൽ, ഇതാ മനുഷ്യനാട്യം അഭിനയിക്കുന്ന ഈ കാലസ്വരൂപനായ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പം എന്നല്ലാതെ എന്ത് പറയാൻ? അങ്ങനെയാണ് നമ്മൾ സമാധാനിക്കേണ്ടത്. യുക്തി കൊണ്ട് ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ല നമുക്ക്. യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിനെ എങ്ങനെ എടുക്കണം? ഈശ്വരേച്ഛ, ഭഗവത് സങ്കല്പം എന്നെടുത്ത് മനസ്സെ സമാധാനിപ്പിക്കുന്ന അർത്ഥം. കാലസ്വരൂപനായ കാലവും കൃഷ്ണനും രണ്ടാണോ? അല്ല. പാണ്ഡവർക്ക് മനസ്സിലായില്ല. ഭീഷ്മരിങ്ങനെ പറയുമ്പോൾ ഈ ഭീഷ്മർ പറയുന്ന കാലമാണ് കൃഷ്ണൻ. അതുകൊണ്ട് പറയാണ്, നഹ്യസ്യ കർഹിരാജൻ പുമാൻ വേദവിദിൽസിതം യത് വിജിജ്ഞാസയായുക്താഹ മുഹ്യന്തി കവയോഭിഹി. ഹേ മഹാരാജാവേ, ധർമ്മപുത്ര, അസ്യ വിധിൽസിതം കർഹിജിത് ന വേദാം. എന്ത്? ഈ സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പം അവിടുത്തെ കൃപ കൂടാതെ ആർക്കും ഒരിക്കലും മുഴുവനായിട്ട് അറിയാൻ സാധിക്കില്ല എന്നർത്ഥം. കവയോപി, വലിയ വലിയ ക്രാന്തദർശികൾ, തത്വജ്ഞാനികൾ പോലും യത് വിജിജ്ഞാസയ, ആ ഭഗവത് സങ്കല്പം അറിയാൻ ആഗ്രഹിച്ചിട്ട് മുഹ്യന്തി, അത്യധികം പ്രയത്നിച്ചിട്ടും വിചാരം ചെയ്തിട്ടും ചിന്തിച്ചിട്ടും ആ ഭഗവത് സങ്കല്പം അറിയാൻ കഴിയാതെ മോഹിക്കുന്നു. പിന്നെ സാധാരണക്കാരെങ്ങനെ അറിയാൻ കഴിയും? അതുകൊണ്ട് തസ്മാത് ഇദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാഥ പാഹി പ്രജാപ്രഭോ. ഹേ ഭരതർഷഭ, ഭരതവംശത്തിൽ പിറന്നതിൽ അതിശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രരെ, അതുകൊണ്ട് ഇതം ദൈവതന്ത്രം വ്യവസ്യ, ഈ നടന്നത് മുഴുവനും ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഇച്ഛയ്ക്ക് പരിപൂർണമായി സമർപ്പണം ചെയ്ത് അവിടുത്തെ ഇച്ഛ എന്തോ അത് നടക്കട്ടെ എന്ന് ഇരിച്ചുകൊണ്ട് അവിടുത്തെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് അവരവരുടെ സ്വധർമ്മത്തെ അവരവരെ അനുഷ്ഠിക്കുക. ഇപ്പം അങ്ങ് ചക്രവർത്തിയാണ് അല്ലേ, അങ്ങ് രാജാവാണ്. രാജാവ് എന്നുള്ള നിലയിൽ അങ്ങയുടെ സ്വധർമ്മം എന്താ? അനാഥരായ പ്രജകളെ പരിപാലിക്കില്ല. അതുകൊണ്ട് നാഥ പ്രജാപാഹി, പ്രജകളെ പരിപാലിക്കൂ. ഇതാണ് അങ്ങയുടെ സ്വധർമ്മം, കർത്തവ്യം നത്തം. എന്താ? മനുഷ്യന് എപ്പോഴും സമാധാനം ഉണ്ടാവാനുള്ള രഹസ്യങ്ങളെ പറയുന്നത്. ടിപ്പ് ഫോർ ഹാപ്പി ലിവിങ് എന്നൊക്കെ ടിപ്സാണ് അല്ലേ, പൊടിക്കൈകൾ. എന്താണ്? എന്താ നോക്കൂ, പാണ്ഡവന്മാർ ഇത്രയും ദേശശക്തി, അസ്ത്രശക്തി, അതുപോലെ ഈശ്വരാനുകൂല്യം, പുണ്യം എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ആപത്തൊഴിഞ്ഞില്ല. അത് ഈശ്വരനിശ്ചയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കൂ നാം. അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഫലം നമുക്ക് വിപരീതമായിട്ടാണ് വരണമെങ്കിലോ അതിനെക്കുറിച്ച് നമ്മൾ തലയുടച്ചിട്ട് കാര്യമില്ല. ഡോണ്ട് ബ്രേക്ക് യുവർ ഹെഡ്. എന്ത് ചെയ്യണം? അത് ഈശ്വരേച്ഛയാണ്, ഭഗവത് സങ്കല്പമാണ്, അത് നല്ലതിനാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ച് മനസ്സിനെ ശാന്തമാക്കണം അർത്ഥം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന എന്താ എനിക്ക് അങ്ങനെ വന്നേ, എന്താ എനിക്ക് മാത്രം അങ്ങനെ വരണേ, ഇങ്ങനെ നമ്മളെപ്പോഴും ആലോചിക്കാം അല്ലേ. മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എനിക്ക് മാത്രം ഇങ്ങനെ സങ്കടം, എനിക്ക് മാത്രം ഇങ്ങനെ കഷ്ടപ്പാട്, എനിക്ക് മാത്രം ഇങ്ങനെ, അവനവനെക്കുറിച്ച് മാത്രമേ ദുഃഖം വരുമ്പോൾ നമ്മൾ ആലോചിക്കുള്ളൂ. ശരിയല്ലേ? വിശാലമായി ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഭഗവത് സങ്കല്പം. ചില ആൾക്കാർ പറയും, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം മനസ്സാ വാചാ കർമ്മണം ചെയ്തില്ല, എന്നിട്ടും എനിക്കിങ്ങനെ കഷ്ടപ്പാടും ദുരിതം വരണമല്ലോ. അപ്പം എന്താ? അത് കാലസ്വരൂപനാവുന്ന ഈശ്വരൻ്റെ സങ്കല്പമെന്ന് എടുക്കുമെന്നർത്ഥം. നമുക്കെന്താ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യാം. നമുക്കെന്താ ചെയ്യാൻ സാധിക്കുക? നമ്മുടെ സ്വധർമ്മം, നമ്മുടെ കർത്തവ്യം നല്ലോണം ഭഗവാനെ വിചാരിച്ച് ഭഗവത് അർപ്പണമായി ചെയ്യാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയോ അത് ഭഗവാൻ നോക്കിക്കോളും, ഭഗവാൻ വിട്ടുകൊടുക്കാം. ഗുരുദേവൻ പറയും, യു ഡു യുവർ ബെസ്റ്റ്, വാട്ട് എവർ യു ഹാവ് ടു ഡു യു ഹാവ് ടു ഡു. അതെങ്ങനെ ചെയ്യണം? ഡു ഇറ്റ് വെൽ, പെർഫോം ആസ് ബെസ്റ്റ് ആസ് യു ക്യാൻ. എത്ര നന്നായിട്ട് അതിനെ അനുഷ്ഠിക്കാൻ പറ്റുമോ, നിർവഹിക്കാൻ കഴിയുമോ അത്ര നന്നായിട്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാറില്ല. അയ്യോ, നമ്മുടെ കയ്യിലല്ലാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളതിനെ വേണ്ട പോലെ ചെയ്യാൻ പറ്റാതെ ആവില്ല നമുക്ക് പലപ്പോഴും സംഭവിക്കില്ല അല്ലേ. യു ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഹിം. ഭഗവാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? വാതുല കിം തവ നാസ്തി നിയന്ത. ആചാര്യസ്വാമികൾ ചോദിക്കുക ഭജഗോവിന്ദരെ, വാതുല, മൂഢ,
ഈ പ്രപഞ്ചത്തിനൊരു നിയാമകനില്ലേ? ആ പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതിന് നിയാമകനുണ്ട് അല്ലേ? ആ നിയാമകൻ്റെ നിയമത്തിന് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രവൃത്തികളും നടക്കുന്നത്, ഓരോ ചലനവും നടക്കുന്നത്. ഹഫാസാഡ് മാനറിലല്ല എന്നർത്ഥം, എങ്ങനെയെങ്കിലും നടക്കല്ല എന്നർത്ഥം. എല്ലാം ആ നിയമത്തിന് വിധേയമായിട്ടാണ്. ആ നിയമമോ ആ നിയാമകൻ്റേതാണ്. നിയമം ഉണ്ടെങ്കിൽ നിയാമകനുണ്ട് അല്ലേ? അതുകൊണ്ട് ആ നിയാമകനിൽ വിശ്വാസം അർപ്പിക്കൂ, അതാ പറയണത്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അത് നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള നമ്മൾ ചെയ്യുക, നമ്മുടെ കയ്യിലല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാതിരിക്കുക എന്നർത്ഥം. അതാണ് പറഞ്ഞത് ഇവിടെ. ഇപ്പോൾ എന്ത് രാജൻ ഇപ്പം ഈ നടന്നതൊക്കെ കാലസ്വരൂപനാവുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം അങ്ങ് ചെയ്യേണ്ടത് എന്താ? അതിപ്പോൾ അങ്ങ് ചെയ്യണില്ല. അങ്ങ് മുങ്ങിക്കൊണ്ട് ഞാൻ പാപിയാണല്ലോ, ദുഷ്ടനാണല്ലോ, ഞാൻ നരകത്തിൽ നിന്ന് പോരില്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുക. അങ്ങയുടെ ഇപ്പോഴത്തെ കർത്തവ്യം എന്താ? എത്രയോ കാലമായി അധർമ്മികളുടെ പിടിയിലായിരുന്നു ഈ രാജ്യം, ഈ രാജ്യവാസികളെ, ഭാരതനിവാസികൾ. ആ പ്രജകളെ മുഴുവനും പരിപാലിക്കലാണ് അങ്ങയുടെ ധർമ്മം. രാജാവ് എന്നുള്ളതിൽ അതങ്ങനെ അനുഷ്ഠിക്കൂ. പ്രഭോ പ്രജാപാഹി. അതാണ്. ആരാണ് ഈ കൃഷ്ണൻ? പാണ്ഡവർക്ക് മനസ്സിലായോ? ഇല്ല. നമുക്ക് മനസ്സിലായോ? ഈ കൃഷ്ണൻ ആരാ? ശ്രീകൃഷ്ണനെ മുമ്പിൽ കണ്ടിട്ട് ഈശ്വരനാണ്, തൻ്റെ ഹൃദയേശ്വരനാണ്, ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്നവനും സർവരുടെ ഹൃദയത്തിലിരിക്കുന്നവനും ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനും, ആ യോഗമായ കൊണ്ട് പ്രപഞ്ചകോടികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നവനും ഇപ്പം തൻ്റെ യോഗമായി വശീകരിച്ചുകൊണ്ട് മനുഷ്യനാട്യം അഭിനയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണരൂപേണ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നവനുമായ കൃഷ്ണൻ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് ഭീഷ്മർക്കറിയാം. പക്ഷേ പലർക്കും അറിയില്ല. വ്യാസാദി മഹർഷിമാർക്കൊക്കെ അറിയായിരിക്കും കുറച്ചൊക്കെ, പക്ഷേ ഈ പാണ്ഡവർക്കറിയില്ല. നമുക്കറിയോ? അതുകൊണ്ട് പറയണു, ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വിഷ്ണുഷു. ഗൂഢശ്ചരതി വിഷ്ണുഷു. ശ്രീകൃഷ്ണനെ തൊട്ട് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഞാൻ ഈ കാലസ്വരൂപൻ ഈശ്വര സങ്കല്പം എന്നൊക്കെ പറഞ്ഞുല്ലോ, ആ ഈശ്വരൻ ആരെന്നാ നിങ്ങൾ വിചാരിച്ചത്? ആ പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ ആ പ്രത്യക്ഷ ദൈവമാണ്, പ്രത്യക്ഷ ഈശ്വരനാണ് ഈ കൃഷ്ണൻ. ഏതൊരു ഭഗവാനെയാണോ ശാസ്ത്രങ്ങളിൽ പറയണത്, ആ ഭഗവാനാണ് ഈ കൃഷ്ണൻ. ഇതിനകത്ത് വ്യക്താക്കാൻ പറ്റുമോ? ഏഷ വൈ ഭഗവാൻ, ഇവൻ തന്നെയാണ് ആ ഭഗവാൻ. ഞാൻ പറയണ ഭഗവാൻ ആദ്യോ നാരായണ ഭഗവാൻ, ഈ പ്രപഞ്ചത്തിൻ്റെ ആ ആദിയിലുണ്ടായ നാരായണ ഭഗവാൻ ആണ് ഈ കൃഷ്ണൻ. അപ്പം ആദിപുരുഷനായി സർവേശ്വരനായി സ്ഥിതി ചെയ്യുന്ന സാക്ഷാൽ ശ്രീമൻ നാരായണൻ ഭഗവാൻ തന്നെ ഈ കൃഷ്ണൻ. ഈ കൃഷ്ണനെക്കുറിച്ചാണ് ഞാനിതെല്ലാം പറഞ്ഞത്. പക്ഷേ ഇപ്പം പിന്നെ എങ്ങനെയാണ് ആ ഭഗവാൻ ഈ കൃഷ്ണരൂപത്തിൽ വന്നത്? അതോ മായ ഏഷ ലോകം മോഹയൻ ഗൂഢഹാസൻ വിഷ്ണു ചരതി. എന്ത് ചെയ്യണവൻ? തൻ്റെ യോഗമായ കൊണ്ട് ലോകത്തെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് യാദവന്മാരിൽ ഒരുവനെ പോലെ തൻ്റെ ഈശ്വരസ്വരൂപം വ്യക്തമാക്കാതെ ലീലയാടുക. പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചു ഭീഷ്മർക്കെന്ന് പറഞ്ഞാൽ ഭീഷ്മർ എത്ര കേമൻ മഹാൻ. അത് മനസ്സിലായി കുന്തിക്ക് എന്ന് വന്നാൽ കുന്തി എത്ര മഹതി. ചിന്തിച്ചു നോക്കണം. ആ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ, നാരായണനാണ്. നാരൻ എന്ന് പറഞ്ഞാൽ നാരോ ആപൈരി പ്രോക്ത എന്നാണ്. നാരൻ എന്ന് പറഞ്ഞാൽ കാരണ ജലം എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കാരണജലം. നാരത്തെ അയനമാക്കിയവൻ നാരായണൻ. ആരുടെ അയനം, വാസസ്ഥാനം നാരമോ അവൻ കാരണജലം. കാരണജലത്തിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് കാരണജലത്തിൽ അനന്തൻ്റെ പള്ളി ശേഷായിയായി പള്ളി കൊള്ളുന്ന ആദിനാരായണ മൂർത്തിയാണ് ഈ ശ്രീകൃഷ്ണൻ. അപ്പം ഈ കൃഷ്ണനെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതനായി നാരായണനായി സർവേശ്വരനായി അറിഞ്ഞുകൊണ്ട് ഭരിയൂ. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപാം. നൃപ, രാജൻ, മഹാരാജാവേ, അസ്യ അനുഭാവം, ഈ ശ്രീകൃഷ്ണൻ്റെ മാഹാത്മ്യത്തെ, മഹിമാതിശയത്തെ ഭഗവാൻ ശിവ സാക്ഷാൽ ശ്രീപരമേശ്വരൻ, ഭഗവാനായ ശ്രീപരമേശ്വരൻ, ശ്രീനാരദ മഹർഷി, സർവജ്ഞനായ കപില മഹർഷി, ഭഗവാന്റെ തന്നെ അവതാരമായ കപില ഭഗവാൻ, ഇവരൊക്കെ ഭഗവാന്റെ കരുണ കൊണ്ട് കുറച്ചറിയണു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെയാണ് അല്പം എന്തെങ്കിലും ആ ഭഗവാന്റെ മഹിമ, ഈ കൃഷ്ണൻ്റെ മഹിമ അറിയാം.
ആർക്ക്? ശ്രീപരമേശ്വരന്, ശ്രീനാരദ മഹർഷിക്ക്, കപില ഭഗവാൻ, വാസുദേവനൊക്കെ കുറേശ്ശെ ഇവിടുത്തെ മഹിമയെ അവിടുത്തെ കൃപ കൊണ്ടറിയാം. സാധാരണക്കാരന് അറിയാൻ സാധിക്കില്ല. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാത് അധ സാരഥി. എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ഒട്ടും അറിയില്ല. ഇവർക്ക് കുറച്ചെങ്കിലും അറിയാം, നിങ്ങൾക്ക് ഒട്ടും അറിയില്ല. എന്താ തെളിവ്? നിങ്ങൾക്ക് അറിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കൃഷ്ണനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു. നിങ്ങളെങ്ങനെയാണ് കൃഷ്ണനെ കണ്ടത്? യം മാതുലേയം മന്യസേ. നിങ്ങൾ ഈ കൃഷ്ണനെ എങ്ങനെ കണ്ടു? ഞങ്ങളുടെ അമ്മാവൻ്റെ മോന്ന് കണ്ടു, മാതുലേയനായിട്ട് അല്ലേ? പ്രിയം, ഞങ്ങൾക്ക് എപ്പോഴും എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ടവൻ, പ്രിയം ചെയ്യുന്നവൻ എന്ന് കണ്ടു അല്ലേ? മിത്രം, ഞങ്ങളുടെ ഫ്രണ്ടായിട്ട് കണ്ടു, സുഹൃത്തായിട്ട് കണ്ടു അല്ലേ? അപ്പം യം മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം ച മന്യസേ. ആരെയാണോ നിങ്ങൾ അമ്മാവൻ്റെ പുത്രനായിട്ടും പ്രിയപ്പെട്ടവനായിട്ടും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ചെയ്യുന്നവനായിട്ടും നിങ്ങൾക്ക് സുഹൃത്തായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെയുള്ള ആ വിചാരം കൊണ്ട് കൃഷ്ണനെ അങ്ങനെ നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് എന്തായി? യം സൗഹൃദാ സജീവം ദൂതം സാരഥിഞ്ചാകരോ. എന്ത് ചെയ്തു നിങ്ങൾ? ആ കൃഷ്ണൻ്റെ പ്രഭാവം അറിയാത്തത് കൊണ്ട്, സൗഹൃദം കൊണ്ട്, സ്നേഹാതിശയം കൊണ്ട് മന്ത്രിയാക്കി, ദൂതനാക്കി, സൂതനാക്കി അല്ലേ? തേത് തെളിപ്പിച്ചു. ഇതൊക്കെ അവിടുത്തെ മഹിമ അറിയാത്തതുകൊണ്ടല്ലേ? അറിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുമോ? ഇല്ല. അപ്പം ആ ഭഗവാന്റെ മഹിമ അവിടുത്തെ കൃപ കൂടാതെ ആർക്കും അറിയാൻ സാധിക്കില്ല പറയാം. അപ്പോൾ വിചാരിക്കും, അല്ലെങ്കിൽ സംശയം ഉണ്ടാവും, അവിടുന്ന് സർവേശ്വരനാണ്, നാരായണ ഭഗവാനാണ് എങ്കിൽ ഞങ്ങൾ വിവരമില്ലാണ്ട് ഭഗവാനോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വന്തക്കാരെന്ന് വിചാരിച്ച് ഇങ്ങനെ ദൂതനും സൂതനും ഒക്കെ ആക്കാൻ പറഞ്ഞപ്പോൾ ഈ ഇത്തരം മോശമായ പ്രവൃത്തികളിൽ അവിടുന്ന് ഏർപ്പെടാൻ പാടുണ്ടായിരുന്നോ? അവിടുന്ന് എന്തുകൊണ്ട് ഏർപ്പെട്ടു? അതിനുത്തരമുണ്ട്. എന്താ കാരണം? ഈ ഭഗവാൻ ആരാ, നമ്മളാരാ? അഹങ്കാരം ഉള്ളവരാണ് നമ്മൾ. അഹങ്കാരം പോയ ആളാണ് ഭഗവാൻ. അഹങ്കാരം തെല്ലുമില്ല. ജീവൻ നിന്ന് അഹങ്കാരം പോയാൽ ഭഗവാനായി. പരിപൂർണനായ ഭഗവാന് അജ്ഞാനമില്ല. അജ്ഞാനം കൊണ്ടുള്ള ദേഹാഭിമാനമില്ല. ദേഹാഭിമാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ആൾ, ഞാൻ ചെറിയ ആൾ, ഇത് എനിക്ക് ചേർന്ന പണി, എനിക്ക് ചേരാത്ത പണി എന്നുള്ള അഭിമാനങ്ങളില്ല. ദുരഭിമാനമാണുള്ളത് വസ്തുതയിൽ അല്ലേ? ഫോൾസ് പ്രസ്റ്റീജ് ഇല്ല എന്നർത്ഥം. അതാ സർവാത്മനഃ സമദൃശോ ഹദ്വയസ്യ അനഹങ്കൃതേ തൽകൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. അവിടുന്ന് ആരാ? സർവാത്മനഃ, സർവചരാചരങ്ങൾക്കും ആത്മാവാണ് അവിടുന്ന്. സർവാത്മാവാ. ആ ഭഗവാനുണ്ടോ ഭേദം? എല്ലാം ഭഗവാനാ, എല്ലാവരിലും ഭഗവാനാണ്. പോരാ സമദൃശഃ, സർവത്തിലും സംഭാവനയുള്ളവനാണ്, സമദർശിയാണ്. അദ്വൈസ്യ, വാസ്തവത്തിൽ അവിടുത്തെ ദൃഷ്ടിയിൽ അവിടുന്ന് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? അദ്വൈനാണ്, രണ്ടില്ല. പോരാ അനഹങ്കൃതേഹേ, അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്ന ദേഹാഭിമാന രൂപിയായ അഹങ്കാരം ഈ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒട്ടുമില്ല. പിന്നെയോ മതിവൈഷമ്യം, രാഗദ്വേഷാദികളില്ല. അങ്ങനെയൊക്കെ ഇരിക്കണോണ്ട് ഭഗവാന് ഇത് ഉത്കൃഷ്ട പ്രവൃത്തി, ഇത് നികൃഷ്ട പ്രവൃത്തി എന്നുള്ള ചിന്തയേ ഇല്ല എന്നർത്ഥം. നമുക്ക് ഇഷ്ടാനിഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് നല്ലത്, ചീത്ത, ഇതെനിക്ക് ചേരുന്നത്, എനിക്ക് ചേരാത്തത് അല്ലേ? ഇതെൻ്റെ പദവിക്ക് ചേരാത്തത്, എൻ്റെ പദവിക്ക് ചേരുന്നത് എന്നൊക്കെയുള്ള വിചാരം നമുക്കുള്ളത് ദേഹാഭിമാനം കൊണ്ടാണ് അർത്ഥം. അല്ലെങ്കിൽ ഭഗവാൻ എല്ലാവരും നിന്ദ്യം എന്ന് വിചാരിക്കണ ഗോസേവ ചെയ്യാൻ പോവോ? ഗോകുലത്തിൽ ഭഗവാൻ ചാണം വാരിയും പശുക്കളെ കുളിപ്പിച്ചും അതിനെ പുല്ല് തീറ്റിയും അതിനെ മേച്ചിൽ നടന്നത് 11 വർഷക്കാലം. ഭഗവാന് അങ്ങനെ ഇല്ല. എല്ലാം ശ്രേഷ്ഠമെന്ന് ഭഗവാൻ പഠിപ്പിക്കുക. ഗീതോപദേശത്തിൽ ഭഗവാൻ ഉപദേശിക്കണമെങ്കിൽ സ്വയം ചെയ്യണമല്ലോ. ലോകഗുരുവായ ഭഗവാൻ ഇതൊക്കെ സ്വയം സ്വജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഭഗവാൻ പറയണത്. ഭഗവാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ ലൈഫാണ് മെസ്സേജ്. ഭാഗവതം ഭഗവാന്റെ ലൈഫ്, ഗീത ഭഗവാന്റെ മെസ്സേജും. അപ്പോൾ ഭഗവാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു തന്നു. ധർമ്മപുത്രൻ്റെ രാജസൂയത്തിൽ അഗ്രാസനത്തിൽ ഇരുന്ന് പൂജ സ്വീകരിക്കാൻ യോഗീശ്വരന്മാരാൽ പോലും ആരാധ്യരായ ആ പദവിയിൽ നിന്ന് പൂജ സ്വീകരിക്കുന്ന അതേ കൃഷ്ണൻ വരുണവരുടെ മഹർഷിമാരുടെ കാല് കഴിക്കാൻ തയ്യാറാണ്. വിളമ്പി എത്താത്തടുത്ത് ഓടിച്ചെന്ന് വിളമ്പാൻ തയ്യാറാ. ഇല എടുത്തിട്ടില്ലെങ്കിൽ ആ ഇല എടുക്കാനും തയ്യാറാ. നോക്കണം, ഭഗവാനില്ല. പ്രവൃത്തിയിൽ ഉത്കൃഷ്ട നികൃഷ്ട ഭാവന, അതൊക്കെ മനുഷ്യ അജ്ഞാനം കൊണ്ട് കൽപ്പിക്കുന്നതാ അല്ലേ? ഏത് പ്രവൃത്തിയും ശ്രേഷ്ഠമാണ്, ഭഗവാന്റെ പണിയാണ്.
എന്ന് വരുമ്പോൾ അതിൽ ഉച്ചനീചത്വങ്ങളില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ സർവാത്മാവും സമദർശിയും അഹങ്കാരരഹിതനും ആണ്. ഭഗവാനല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല. അങ്ങനെയുള്ള ഭഗവാന് രാഗദ്വേഷാദികളില്ല. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭഗവാന്റെ മഹിമ അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ സ്നേഹം കൊണ്ടാണോ എങ്ങനെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ലോകമംഗളത്തിന് ഉതകുമോ ഭഗവാൻ ഏതും ചെയ്യാൻ തയ്യാറ്. ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ അവതാരം തന്നെ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യാനും തൻ്റെ മുമ്പിൽ വരുന്ന ഏത് പ്രവൃത്തി ചെയ്യാനും ഭഗവാൻ തയ്യാറാണ് അർത്ഥം. ഇത് നമുക്ക് പാഠമാണ്. നമുക്കും അങ്ങനെ വിചാരം ഉണ്ടാവണം, ഞാൻ അതേ ചെയ്യുള്ളൂ, ഞാൻ ഇത് ചെയ്യില്ല, അല്ലേ? സേവാഭാവം നമുക്കില്ല. സേവാഭാവം വേണം ശരിക്കും. ഒരു ക്ഷേത്രത്തിൽ പോയാൽ, ഒരു ആശ്രമത്തിൽ പോയാൽ അവിടെ ചൂലെടുക്കാൻ, അടിച്ചുകാൻ, തുടയ്ക്കാൻ, അവിടെ എന്ത് സേവ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണം. സേവാഭാവം ഇല്ലെങ്കിൽ മനസ്സിൽ ശുദ്ധി ഉണ്ടാവില്ല അർത്ഥം. ഭഗവാന്റെ പണിയാണതെന്ന് വന്നാൽ ആ സേവാഭാവം വരും. ശരിയല്ലേ? അല്ലെങ്കിലോ എന്താ തൂപ്പുകാരി വന്നില്ലേ, ഇവിടെ എന്താ അങ്ങനെ വൃത്തികേടായി കിടക്കണത്, ഇങ്ങനെ ചോദിക്കുള്ളൂ, കമൻറ്റ് പറയുള്ളൂ. എന്താ അവനൊന്ന് ചൂലെടുത്ത് അടിച്ചു തുടച്ചാൽ വെള്ളം കളഞ്ഞൂടെ? ചെയ്യില്ല. ശരിയല്ലേ? അതിന് വേറൊരാൾ വരണം, ഞാൻ ചെയ്യേ. ഇങ്ങനത്തെ മനോഭാവമാണ്. സേവാഭാവമാണ്. കൃഷ്ണനാണ് ഏറ്റവും വലിയ സേവാഭാവം പഠിപ്പിച്ചു തരുന്ന നൃത്തം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി തപസ്സിതി യത് തപസ്സിതി കൗന്ദയ തത്കുരുഷ മതർപ്പണം. നീ ചെയ്യണമൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് വന്നാൽ പിന്നെ എന്താ മോശം? ഏത് പ്രവൃത്തി ചെയ്യുന്നതും എന്നിലർപ്പിച്ച് എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് ഭഗവാൻ പറയണമെങ്കിൽ ഭഗവാൻ സ്വയം ചെയ്തിട്ടുണ്ടാവണം, അല്ലേ? ഭഗവാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു തരണു. പാണ്ഡവർക്ക് വേണ്ടി എന്താ, പാണ്ഡവർ ദാസ്യവേല ചെയ്യണു. ഭഗവാൻ ദൂതനായി പോണു, മെസ്സഞ്ചറായിട്ട് പോണു. അവിടെ ചെന്നിട്ടോ ദുര്യോധൻ്റെ ആട്ട് കേൾക്കണു, അല്ലേ? അപമാന വാക്കുകൾ കേൾക്കണു. എന്തിന്? ബന്ധനം സഹിക്കേണ്ടി വരണു, അല്ലേ? ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ? സർവേശ്വരനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ഓർക്കണം. ഇതാണ് ഭീഷ്മർ പറയണത്. ഇതൊക്കെ ഭഗവാൻ ചെയ്ത് കാണിച്ചു തരുന്നതാ നമുക്ക് മാതൃകയാവാനാണ് അർത്ഥം. ഇങ്ങനെ വേണം കൃഷ്ണഭക്തന്മാർ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന്. അതാ. എന്നിട്ട് പറയണു ഭഗവാൻ എല്ലാവരും സമഭാവനയുള്ളവനെ. ഭഗവാന് അന്യൻ വേറെ, ഞാൻ വേറെ ഇല്ല, എൻ്റെ ഒന്നുമില്ല. കാരണം ഭഗവാൻ തന്നെ എല്ലാം. എങ്കിലും ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരിൽ, ഏകാന്ത ഭക്തന്മാരിൽ ഭഗവാന് പ്രത്യേക കാരുണ്യമുണ്ട് അത്രേ. തഥാപി അങ്ങനെയൊക്കെയാണെങ്കിലും തഥാപ്യേകാന്ത ഭക്തേഷു പശ്യാ ഭൂപ അനുകമ്പിതം യന്മേ സൂന്യത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത. ഏ ഭൂപ, ഏ രാജൻ, തഥാപി അങ്ങനെയാണ്, എല്ലാവരും സമഭാവനയുള്ളവനാണ്. എങ്കിലും ഏകാന്ത ഭക്തേഷു അസ്യ അനുകമ്പിതം പശ്യ, തന്നെ സർവാത്മന വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരിൽ സർവേശ്വരനായ ഭഗവാന്റെ കൃഷ്ണൻ്റെ കാരുണ്യാതിശയം നോക്കൂ. എന്താ നോക്കൂ എന്ന് പറഞ്ഞത്? അതാണ് ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ നിങ്ങളെയും കൂട്ടിയിട്ട് വന്നതെന്ന്. നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ സംശയം തീർക്കാൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൃഷ്ണൻ കൊണ്ടുവന്നതല്ലേ? വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആ ഭക്തന്മാരോടുള്ള വാത്സല്യ അതിശയത്തിൻ്റെ മകുടോദാഹരണമാണ് പ്രാണൻ വെടിയാൻ പുറപ്പെടുന്ന സമയത്ത്, അന്ത്യസമയത്ത് എനിക്ക് ദർശനം തരാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടിയിട്ട് എൻ്റെ മുമ്പിൽ വന്ന് ഈ കൃഷ്ണൻ നിൽക്കണമെന്ന്. ഇതാരറിഞ്ഞു? നോക്കണം, ഭക്തൻ്റെ മനസ്സിലെ സങ്കല്പം ഭഗവാൻ അറിഞ്ഞു. അത് സ്വാഭാവികം, കാരണം ഭഗവാൻ എല്ലാവരെയും അന്തര്യാമിയാണ്. പക്ഷേ ഭഗവാന്റെ ഉള്ളിലെ അന്തർഗതം വിചാരം എങ്ങനെയായി ഈ ശരശയിൽ കിടന്ന ഭീഷ്മരറിഞ്ഞത്? അതെങ്ങനെ അറിയാൻ പറ്റും? ഭഗവാന്റെ മനസ്സിൽ ഇതാണെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അറിയണത് കാരണം ഭഗവാൻ അന്തര്യാമിയാണ്, സർവസാക്ഷിയാണ്. ആ സർവസാക്ഷിയെ ഭീഷ്മര് തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചത് കൊണ്ടാണ് ഭീഷ്മർക്ക് ഭഗവത് സങ്കല്പം അറിയാൻ സാധിച്ചത്. അവിടെ ഭക്തൻ ഭഗവത് സ്വരൂപിയായി മാറിക്കഴിഞ്ഞു. ആ നിലയിലെത്തിയ ജീവൻ മുക്ത മഹാത്മാവാണ് ഭീഷ്മര്. പറയാണ് എന്താ കാരണം? അന്തേ യാമതി സാ ഗതിർഭവ എന്നാണ്. അന്ത്യസമയത്ത് എന്തൊരു സ്മരണയോടെ മരിക്കുമോ അതിനനുസരിച്ചിട്ടാണ് പിന്നത്തെ ഗതി ഉണ്ടാവുന്നത്. അന്ത്യസമയത്ത് സർവേശ്വര ദർശനം സാധിച്ച പിന്നെ അവന് പിന്നെ ജന്മമുണ്ടോ? മുക്രിയല്ലേ? അത് വ്യാജേന ഈ കൃഷ്ണൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്നത്. കൃഷ്ണോ ദർശനമാകത, ഭഗവാന്റെ വാത്സല്യത്തെ പറയുക. ഭഗവാനെ അവിടുന്ന് നേരിട്ട് എഴുന്നള്ളി എനിക്ക് ദർശനം തന്നുവല്ലോ. അഹോ ആശ്ചര്യം, അവിടുത്തെ കാരുണ്യം എന്ന് ഇവരോട് പറഞ്ഞതിന് ശേഷം ഇപ്പം നോക്കൂ, ധർമ്മപുത്രൻ്റെ സംശയം ചോദിക്കാണ്ട് തന്നെ മറുപടി കൊടുത്തൂലേ. അപ്പം എന്തുകൊണ്ടാണ് നമുക്കും ദുഃഖം വരേണ്ടത്? എത്രത്തോളം കാലം ഞാനുണ്ടാകുമോ അത്രത്തോളം കാലം എനിക്ക് ദുഃഖം ഉണ്ടാവും. കാരണം ഞാൻ എന്നുള്ളത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൻ്റെ ഉറവിടം, സോഴ്സ്
അന്വേഷിച്ചു പോയാൽ അഹങ്കാരം ഇല്ലാണ്ടാവും. അവിടെയാണ് പരമശാന്തിയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ആത്മസ്വരൂപത്തെ മറച്ചു നിൽക്കുന്ന അഹങ്കാരമാണ്, അതൊരു അയഥാർത്ഥമാണ്. അവനാണ് വാസ്തവത്തിൽ നിഴലാണ്. അവനാണ് സുഖം ദുഃഖം ഒക്കെ മാറി മാറി അനുഭവിക്കുന്നത്, ജനനം മരണം എല്ലാം. അതാണ് ഭഗവാൻ അതില്ലാന്നും സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ഭഗവാൻ എന്തു ചെയ്യണം? ഇനി ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. ഭഗവാനെ ഇങ്ങനെ സച്ചിദാനന്ദമൂർത്തിയായിട്ടും ഭക്താനുകമ്പിയായി അവിടുന്ന് ലോകത്തിന് തൻ്റെ ഭക്തന്മാരോടുള്ള ഭക്തൻ്റെ വാത്സല്യാതിശയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പാണ്ഡവർക്ക് ധർമ്മം ഉപദേശിപ്പിക്കാനെന്ന വ്യാജേന എൻ്റെ മുമ്പിൽ പ്രത്യക്ഷ ദർശനം ചെയ്ത് അരുളുന്ന ഭഗവാനെ എനിക്ക് അവിടത്തോട് ഒരു പ്രാർത്ഥനയുള്ളൂ എന്നർത്ഥം. ഭക്ത്യാവേശ്യ മനോയസ്മിൻ വാചായന്നാമകീർത്തയൻ ത്യജം കളേപരം യോഗി മുച്യതേ കാമകർമ്മഭീ. ഭക്തിയോടുകൂടി മനസ്സ് ഭഗവാനിൽ ആവേശിപ്പിച്ചിട്ട്, മനസ്സ് ഭക്തിപൂർവ്വം ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, വാച നാവുകൊണ്ട് അവിടുത്തെ നാമത്തെ കീർത്തിച്ചുകൊണ്ട്, കളേബരം ത്യജൻ യോഗി, ആരാണോ ഈ ദേഹത്തെ വിട്ടുപോകുന്നത് ആ യോഗി സകല കർമ്മബന്ധത്തിൽ നിന്നും കാമനകളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മുക്തരായി ഭഗവത് പദത്തിൽ എത്തിച്ചേരുന്നു. ഇതാണ് മനസ്സ് ഭക്തിപൂർവ്വം മനസ്സിൽ ഭഗവാൻ ചേർത്തുകൊണ്ട് ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവർ പിന്നെ പുനർജന്മം എടുക്കണില്ല. അവരെ സകല കർമ്മബന്ധത്തിൽ നിന്ന് മുക്തരായി ഭഗവാനെ അടയും. അങ്ങനെയുള്ള ആ ഭഗവാനിൽ എൻ്റെ മനസ്സുറപ്പിച്ചുകൊണ്ട്, ഭഗവാനെ ഈ ശരീരത്തെ വെടിയാൻ ഞാനും ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഈ ദേഹം ഉപേക്ഷിക്കും വരെ ഈ ദിവ്യമൂർത്തിയെ എൻ്റെ മുമ്പിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമാറാകണമേ എന്നാണ് അടുത്ത ശ്ലോകത്തിലെ പ്രാർത്ഥന. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഹാസ അരുണലോചനോല്ലസത് മുഖാംബുജോ ധ്യാനപദ ചതുർഭുജാം. സദേവദേവ, അങ്ങനെയുള്ള ദേവദേവോത്തമനായ ഭഗവാൻ യാവത് ഇതം കളേബരം അഹം ഹിനോമി, എപ്പോൾ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുമോ ആ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ യോഗിധ്യേയനായി ദേവാധിദേവനായി ഇരിക്കുന്ന സച്ചിദാനന്ദ മൂർത്തിയായിരിക്കുന്ന അവിടുന്ന് ചതുർബാഹുവായി ധ്യാനപദശ്ചതുർഭുജായി യോഗിധ്യായമായിട്ടുള്ളതായി യോഗികൾ ധ്യാനിക്കുന്ന ആ ചതുർബാഹുവായ മഹാവിഷ്ണു സ്വരൂപത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ അതിസുന്ദരമായിട്ടുള്ളതായ ആ മന്ദഹാസത്തോടുകൂടി അവിടുത്തെ ശോഭിക്കുന്ന തൃക്കണ്ണുകളോടും മുഖാംബുജത്തോടും കൂടി എൻ്റെ മുമ്പിൽ സന്നിധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്നാണ്. സർവരും രണ്ട് കൈയുള്ള കൃഷ്ണനായിട്ടാണ് കാണുന്നത്, കൂടെയുള്ള കൃഷ്ണനെ. പക്ഷേ ധ്യാനാത്മകമായ ചതുർബാഹുവായ ആ മന്ദഹാസ സുന്ദരനായിട്ടുള്ളതായ മഹാവിഷ്ണു സ്വരൂപനെയാണ് ഭക്തനായ ഭീഷ്മർക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ. ആ രൂപം തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കും വരെ തൻ്റെ മുമ്പിൽ നിന്ന് മറയാറ് നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇതെന്തൊരു കാരണം, ഇതിനെ സൂചിപ്പിക്കണം എന്താ? യാവതിദം ഹിനോമി, ഏതുവരെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു അതുവരെ. ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് വരെ എന്ന് പറഞ്ഞാലോ ഒരു കാര്യം ഉറപ്പായി, ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ പോവാണ്, പക്ഷെ കുറച്ച് താമസമുണ്ടെന്ന്. അതാണ് അതുവരെ എന്ന് പറഞ്ഞത്. തനി ഉപദേശം ആണല്ലോ, അത് ഭഗവത് സങ്കല്പമാണല്ലോ. രണ്ടാമത്, ശരീരത്തെ എനിക്ക് സ്വച്ഛന്തം ഉപേക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു സൂചന. ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ദേഹമല്ല എന്ന് വ്യക്തമായി. ഉപേക്ഷിക്കാൻ കഴിയുന്നത് ആളല്ലോ, അതെ, ദേഹത്തുനിന്ന് വിലക്ഷണനായ ആത്മാവാണ് താനെന്ന് ആ വാക്കുകളുടെ സൂചിപ്പിക്കുന്നു. സൂത ഉവാചാം യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ചരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാമനുശൃണ്വതാം. ഭഗവാൻ ശ്രീകൃഷ്ണന് മനസ്സിലായി പിതാമഹൻ അധികം താമസിക്കാതെ ദേഹത്യാഗം ചെയ്യുന്നു. പിതാമഹൻ ദേഹത്യാഗം ചെയ്താൽ പിന്നെ ധർമ്മപുത്രൻ്റെ സംശയം തീർത്തുറക്കാൻ ആളുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ പ്രേരിപ്പിച്ചു ധർമ്മപുത്രനോട്, ചോദിക്കണ്ടൊക്കെ ചോദിച്ചോളൂ കേട്ടോ. ഉടനെ ധർമ്മപുത്ര മഹാരാജ യുധിഷ്ഠിരഃ തദാകർണ്യ, പിതാമഹൻ്റെ ഈ വാക്കുകൾ കേട്ട സമയത്ത് ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ശരീരം വെടിയാൻ ഒരുങ്ങുകയാണ് എന്ന് കണ്ടതോടുകൂടി ശരപഞ്ചരേ ശയാനം, ശരശയനത്തിൽ കിടക്കുന്ന മുത്തശ്ശനോട് ഋഷീണാം അനുശൃണ്വതാം, അനേക ഋഷീശ്വരന്മാർ അവിടെ കേട്ടുകൊണ്ടിരിക്കെ വിവിധാൻ ധർമാൻ അപൃച്ഛത്, പലതരത്തിലുള്ളതായ ധർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്.
അപ്പോൾ ധർമ്മപുത്രൻ ഭീഷ്മരുടെ അനുകമ്പാപൂർവമായ വാക്കുകൾ കേട്ട് ഉടനെ ഋഷീശ്വരന്മാർ നിറഞ്ഞിരിക്കുക. അവരും ഇത് കേൾക്കാൻ വേണ്ടി, ധർമ്മോപദേശം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കെ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഏതൊക്കെ ധർമ്മങ്ങളാണ്? ഒരു ലിസ്റ്റ് കൊടുക്കണു. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാം ആമ്നാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവത്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാമുനേ നാനാഖ്യാന ഇതിഹാസേഷു വർണ്ണയാമാസ തത്വവിത്. ഹേ മുനേ, അലയോ ശൗനകാദി മഹർഷേ, തത്വവിത്, ഭഗവത് തത്വം അറിയുന്ന, സകല ധർമ്മതത്വത്തെയും അറിയുന്ന ആ ഭീഷ്മപിതാമഹൻ പുരുഷസ്വഭാവവിഹിതാൻ, മനുഷ്യരുടെ സ്വഭാവത്തിനനുസരിച്ച് യഥാവർണം, ഓരോരുത്തർക്ക് വർണ്ണമുണ്ട്, ഓരോരോ സ്വഭാവത്തിനനുസരിച്ചാണ്, സംസ്കാരത്തിനനുസരിച്ചാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അല്ലേ അവരുടെ ധർമ്മങ്ങൾ. അപ്പോൾ ഓരോ മനുഷ്യരും അനുഷ്ഠിക്കേണ്ട സാമാന്യധർമ്മങ്ങൾ, പിന്നെ ഓരോ വർണ്ണത്തിനനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവരനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ. ഇനി ഇവരിൽ തന്നെ ഓരോരുത്തരും ബ്രഹ്മചാരി വാനപ്രസ്ഥൻ ഗൃഹസ്ഥൻ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി, ഇങ്ങനെ വ്യത്യസ്ത ആശ്രമങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ. ഇതിലെ എല്ലാത്തിനെയും പോരാ വൈരാഗ്യ രാഗോപാധിഭ്യം, വൈരാഗ്യം രാഗം ഈ രണ്ട് ഉപാധികളെ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നവരാ അവർ നിവൃത്തിധർമ്മത്തെയാണ് അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ ധർമ്മം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർക്ക് മരിക്കാനുള്ള സമയമാഗതമായി. ധർമ്മം പ്രവതസ്തസ്യ സകാല പ്രത്യുപസ്ഥിതഃ യോ യോയിനച്ഛന്ത മൃത്യോ വാഞ്ചിതസ്തു ഉത്തരായണഃ. യോഗികൾ ഉത്തരായണ കാലത്തെ ദേഹം പിടിയുന്നുണ്ട്. അത് ലൗകികരീത്യ പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാന്മാർക്ക് ഏത് കാലത്ത് ഏത് ദേശത്ത് എവിടെ വെച്ച് ദേഹത്യാഗം ചെയ്താലും ഒന്നുമില്ല. കാരണം എന്താ, എപ്പോൾ ആ സാക്ഷാത്കാരം ഉണ്ടായോ ആ നിമിഷം തന്നെ ഈ ദേഹത്തിനോടുള്ള അഭിമാനത്തെ വിട്ടുകഴിഞ്ഞു, ദേഹത്തെ വെടിഞ്ഞു കഴിഞ്ഞവർ. പിന്നെ ദഗ്ധപടന്യായന, ദഗ്ധപടം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കയറ് നമ്മൾ ചുട്ടു, അല്ലെങ്കിൽ ഒരു പടം വസ്ത്രം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പാടവിടെ ഉണ്ടാവും. അതുപോലെ ഈ ശരീരം തുടരണു. അതെവിടെ വീണ് പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയില്ല. കാശ്യാം വാ ശുഭജസ്യ ഗേഹേ വാ എന്നൊക്കെയാണ് തത്വബോധത്തിൽ ആചാര്യസ്വാമികൾ പറയാം. പുണ്യനഗരിയായ കാശിയിൽ വീണോട്ടെ അദ്ദേഹം, അതുകൊണ്ട് അതിന് വല്ല വിശേഷമുണ്ടോ? ഗംഗയിൽ പോയിക്കോട്ടെ, അല്ല ഈ മാംസം തിന്ന ചണ്ടാളൻ്റെ ആ പറമ്പിൽ വീണോട്ടെ, എവിടെ വീണ് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏത് നിമിഷം ഭഗവാനോട് ചേർന്നോ ആ നിമിഷം ശരീരത്തിനെ വിട്ടുകഴിഞ്ഞു, എന്നോ കഴിഞ്ഞിരിക്കുന്നു, ദേഹത്തെ ഉപേക്ഷിക്കില്ല അദ്ദേഹം. പാമ്പ് പടം പൊഴിക്കുന്ന പോലെ നൃത്തം. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം കാലദേശങ്ങളും നിയമങ്ങളൊന്നും ബാധകമല്ല. പന്നെയോ ലോകരീതി അനുസരിച്ച് പറഞ്ഞതാണ്. ഭാഷ്യാദികളിലും പറയുക ഉത്തരായണാദി ദേവതകളെ കുറിച്ചിട്ടാണ്. അതിനൊക്കെ ദേവതകളുണ്ടാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഉത്തരായണം ദക്ഷിണായണം എന്നൊക്കെ പറയും. ഇവിടെ ഉത്തരായണം മകരമാസം, മാഘമാസം, പൗർണമി നാൾ. മകരമാസത്തിലാണല്ലോ ഉത്തരായണം ആരംഭിച്ച് മകരമാസത്തിൽ പൗർണമി നാളിൽ വെളുത്തപക്ഷത്തിലെ വെളുത്തപക്ഷമാണ് പൗർണമി നാളിൽ പൂയം നക്ഷത്രത്തിലാണ് ഭീഷ്മദേവൻ്റെ ദേഹത്യാഗം നടത്തുന്നത്. അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു അച്ഛൻ വരം കൊടുത്തിട്ടുണ്ട്, എപ്പോൾ വേണേൽ ദേഹത്തെ വെടിയാം. പിന്നെ ഏത് ഉത്തരായന കാത്തിരുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഭഗവാൻ ഉത്തരെന്ന് പേരുണ്ട്. ഉത്തരോ ഗോപതിർ ഗോപ്ത, ഭഗവാന്റെ ദക്ഷിണ സഹസ്രനാമത്തിൽ ഭഗവാന്റെ പേരല്ലേ, ഉത്തരനാണ് അവിടുന്ന് അല്ലേ. ആ ഭഗവാന്റെ വരവിനെ കാത്തിരുന്നത്. ഉത്തരനായ കൃഷ്ണൻ്റെ വരവിനെ, കൃഷ്ണനെ കണ്ടിട്ട് ദേഹം പിടിയെന്നായിരുന്നു ആഗ്രഹം. ഉത്തരൻ വന്നു, ഭഗവാൻ വന്നു, ഭഗവാനെ കണ്ടു, ദേഹത്തെ പിടിയാൻ തീരുമാനിച്ചു. പിന്നെയോ ഭഗവാന്റെ സങ്കല്പമായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ധർമ്മപുത്രന് ഉപദേശിച്ചു കൊടുക്കണം എന്നുള്ളത് അല്ലേ. അത് ഉപദേശിച്ചു കൊടുത്തു. മാത്രമല്ല അത് മുഖാന്തരം തൻ്റെ ഭക്തനെ വിശ്വോത്തരനാക്കി മാറ്റി ഭഗവാൻ. എപ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവാമെന്നറിയുമോ? ഇനി ഉദ്ധവർ ചോദിക്കും ഭഗവാനോട്, ഈ രംഗമൊക്കെ കഴിഞ്ഞ് അവസാനം ഈ കുറേ കാലം കൂടി കഴിഞ്ഞിട്ട് ഉദ്ധവോപദേശം ഉണ്ടാവുമല്ലോ ഭഗവാൻ ദേഹം വെടിയുന്ന മുമ്പ്. അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പറയും. മനഃശുദ്ധി ഉണ്ടാവാൻ വർണ്ണാശ്രമധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ച് ഈശ്വരനെ സേവിക്കണം എന്നല്ലേ പറയാം.
അതുകൊണ്ട് ആ വർണ്ണാശ്രമധർമ്മങ്ങളെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയണെന്താ, ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രന് ധർമ്മശങ്കയുണ്ടായി, താൻ ചെയ്ത് അധർമ്മമായി എന്ന്. അദ്ദേഹത്തിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് പോയി, ദേവവ്രതൻ്റെ അടുത്തേക്ക്. അന്ന് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് മറുപടിയായി ഭീഷ്മർ ഉപദേശിച്ചിട്ടുള്ള ധർമ്മം ഞാനും അവിടെ നിന്ന് ധർമ്മപുത്രൻ്റെ കൂടെ നിന്ന് കേട്ടു എന്ന് പറയാം കൃഷ്ണഭഗവാൻ. നോക്കണം, ദേവവ്രതമുഖാൽ ശ്രുതാത്, ആ ദേവവ്രതൻ്റെ മുഖത്തുനിന്ന് അന്ന് കേട്ടത് എനിക്ക് ചിലത് ഓർമ്മയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം ഉദ്ധവരെ എന്നാണ്. എവിടെ എത്തിച്ചു ഭഗവാൻ? തൻ്റെ ഭക്തനെ ഗുരുവാക്കി മാറ്റിയില്ലേ. അപ്പോൾ തൻ്റെ ഭക്തൻ്റെ മഹത്വം ലോകം അറിഞ്ഞത് പോരാ എന്ന് ഭഗവാന് തൻ്റെ ഭക്തനെ എത്ര മഹാനാക്കിയാലും മതിയാവലില്ല എന്നർത്ഥം. ഭക്തവാത്സല്യം അത്രയാണ് ഭഗവാന്റെ. അങ്ങനെയുള്ള ഭഗവാനെ സർവാത്മന ആശ്രയിക്കാനാണ് നമ്മളോട് പറയണത്. ഭക്തവാത്സല്യം അറിഞ്ഞാൽ പിന്നെ ഭഗവാനെ വിടുമോ നമ്മൾ? ഭഗവാനല്ലേ ആശ്രയിക്കുക, അതാണ് സൂചന. അപ്പോൾ ഇവിടെ അങ്ങനെ ധർമ്മം പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുമ്പോൾ സ്വച്ഛന്ത മൃത്യു ആണെങ്കിലും കൃഷ്ണനാകുന്ന ഉത്തരനെ കണ്ട് ദേഹം വിടിയാൻ ആഗ്രഹിച്ച അദ്ദേഹം കാത്തിരുന്ന സമയം വന്നു എന്നർത്ഥം. ആ സമയമായതും ഉടനെ അദ്ദേഹത്തിൻ്റെ ഉപദേശം അദ്ദേഹം നിർത്തി. പിന്നെയോ ഇനി പലതും പറഞ്ഞ നാവ് ശുദ്ധാവണമെങ്കിൽ എന്താ വഴി? ഭഗവാന്റെ നാമം ജപിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ കഥ പറയുക, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക, അല്ലേ? പലതും കണ്ട കണ്ണ് ശുദ്ധാവണമെങ്കിൽ കണ്ണനെ കാണണം, ഭഗവാന്റെ രൂപത്തിൽ ഏകാഗ്രമാക്കണം. പലതും നനച്ച്, പലതും ചിന്തിച്ച്, പലതിലേക്ക് ഓടിപ്പോയി കേടുവന്ന ദുഷിച്ച മനസ്സിനെ ശുദ്ധാക്കാനോ ഭഗവാന്റെ സ്വരൂപത്തെ ആ മനസ്സിൽ ഓർമ്മിക്കണം. അങ്ങനെയാണ് അതൊക്കെ ചെയ്തു അദ്ദേഹം. ദൃഷ്ടി മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. നാവ് കൊണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ വാഴ്ത്തി മനസ്സിൽ സച്ചിദാനന്ദ വിഗ്രഹനെ ഉള്ളിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അകത്തും സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ, പുറത്തും സച്ചിദാനന്ദ വിഗ്രഹനായ ഭഗവാൻ. അതുകൊണ്ട് ഭീഷ്മർക്ക് കണ്ണടക്കേണ്ടി വന്നില്ല എന്നർത്ഥം. കണ്ണു തുറന്നുകൊണ്ടാണ് ചെയ്തതെന്നാണ് പറയണത്, സൂചിച്ചെന്നാണ് പറഞ്ഞത്. തതോപസംഹൃത്യ ഗിരസഹസ്രണീ വിമുക്ത സംഗമന ആദിപൂരുഷേ കൃഷ്ണേ രഥത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയത്. സഹസ്രണി ഭീഷ്മരുടെ വിശേഷമാണ്. സഹസ്രണി എന്താ? അനേകായിരം, ആയിരക്കണക്കിന് ശത്രുക്കളോട് ഒറ്റയ്ക്കുന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ, തൻ്റെ കൂടെയുള്ളവരൊക്കെ സംരക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ആളെയാണ് സഹസ്രണി എന്ന് പറയാം. ഭീഷ്മപിതാമഹൻ സഹസ്രണിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? പുറത്തെ ശത്രുക്കളെ മാത്രമല്ല അകത്ത ശത്രുക്കളെയും ജയിക്കാൻ കഴിവുള്ളവരായിരുന്നു അദ്ദേഹം. അതുകൊണ്ടോ തൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കിയത്രേ. മുമ്പിൽ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചതുർഭുജേ പീതപടേ ആദിപുരുഷേ കൃഷ്ണേ, ചതുർബാഹുവായി മഞ്ഞപ്പട്ടെടുത്ത് ശ്രീകൃഷ്ണരൂപേണ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷ ദർശനം തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആദിപുരുഷനായ ആ സച്ചിദാനന്ദമൂർത്തിയിൽ ഏകാഗ്രമാക്കി. എങ്ങനെ? അമീലിത ദൃക്ക്, കണ്ണടയ്ക്കാതെയാണ്. ദൃക്ക് കണ്ണ്, മീലിതം അടയ്ക്കുക, അമീലിത ദൃക്ക് അടയ്ക്കാണ്ട്. എന്താ കാരണം? പുറത്തും അകത്തും ഭഗവാനെ കാണുമ്പോൾ പിന്നെ കണ്ണടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കണ്ണടയ്ക്കേണ്ടത് വേണ്ട. എന്താ? പുറത്തുള്ളത് പലതും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം. ആ ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ടാക്കാൻ നമ്മൾ പതുക്കെ കണ്ണടയ്ക്കണം ധ്യാനിക്കുമ്പോൾ, അല്ലേ? അല്ല ഭഗവാന്റെ ഇഷ്ടദേവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ കണ്ണടയ്ക്കേണ്ട കാര്യമില്ല അർത്ഥം. അതെ, അങ്ങനെ ഉപദേശവാക്കുകളൊക്കെ ഉപസംഹരിച്ച് അകത്തും പുറത്തും ഭഗവാനെ കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാതെ തന്നെ ഒന്നിലും ആസക്തിയില്ലാതെ വിമുക്ത സംഘം. ഈ ഭീഷ്മർക്കിപ്പോൾ ഒന്നിലും വലിയ ആശ, ഭഗവാനിൽ ചേർന്ന ഒറ്റ ആശയുള്ളൂ. അങ്ങനെ ഭഗവദൈക ചിത്തനായിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എന്നർത്ഥം. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ തദീക്ഷയൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമ തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഇതെന്ത് ചെയ്തു? വിശുദ്ധയാ ധാരണയാ, അതിപരിശുദ്ധമായിട്ടുള്ളതായ സർവേശ്വര ധ്യാനം കൊണ്ട് ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ഞങ്ങളുടെ ഏകാഗ്രമാക്കിയപ്പോൾ സർവ്വവാസനകളിൽ നിന്നും അദ്ദേഹം മുക്തനായി. ഹത അശുഭ, അശുഭങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു. എന്താ അശുഭം? ദുർവാസനകൾ. ഈ വാസനകളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമായി. തദീക്ഷയായവ, ആ കൃഷ്ണൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് മാത്രം അവിടുത്തെ ആ അമൃതദൃഷ്ടി, കൃപാമൃത ദൃഷ്ടി ഭീഷ്മരിൽ പതിച്ച നിമിഷം ശരശയനത്തിൽ കിടക്കുന്നതുകൊണ്ടുണ്ടാവുന്ന
ആ വേദന ഗത ആയുധവ്യഥ, ആയുധം ഏറ്റ് മുറിഞ്ഞിട്ടുള്ള വേദനയുണ്ടല്ലോ, ആ ദേഹത്തിലെ വേദനകളെല്ലാം പോയി. കൃഷ്ണൻ്റെ കടാക്ഷം നോട്ടമേറ്റ മാത്രത്തിൽ തന്നെ ഭീഷ്മരുടെ വേദനകളെല്ലാം പീഡകളെല്ലാം വിട്ടു. സർവ ഇന്ദ്രിയ വൃത്തി വിഭ്രമ, ഇന്ദ്രിയ വൃത്തികൾ, മനസ്സിലെ ചിന്തകൾ എവിടേക്കും ഓടാത്തതുകൊണ്ട് ശാന്തനായി. അങ്ങനെ ജനാർദ്ദനം തുഷ്ടാവ, വിസൃജൻ, ശരീരത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മോക്ഷസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. സ്തുതി ഭഗവത് പ്രേമമുണ്ടാക്കണം, പ്രേമത്തോടെ എൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കണം, ഭഗവത് പാതാരവണിൽ ഉറയ്ക്കണം എന്ന് മാത്രമാണ്. പരമഫലസ്വരൂപം ഭഗവത് പ്രേമം. അത് പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്തുതി. ഇങ്ങനെ മുമ്പിൽ കണ്ട ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ദൃഷ്ടിയെ ഉറപ്പിച്ചു. അതുകൊണ്ട് സർവവാസനകളും ക്ഷയിച്ചു. മനസ്സ് ശാന്തമായി ഏകാഗ്രമായ ആ മനസ്സോടുകൂടി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരൻ്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. ഇതിമതിരൂപകൽപ്പിത വിതൃഷ്ണ ഭഗവതി സത്വത പുങ്കവേ വിഭൂമ്നി സുസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷു യദ്ഭവ പ്രവാഹ. ഈ ഭഗവാനിൽ എൻ്റെ മനസ്സ് ഉറക്കണമേ പ്രേമപൂർവം എന്നാണ്. എങ്ങനെയുള്ള ഭഗവാനിൽ? സത്വത പുങ്കവേ വിഭൂമ്നി. ഭഗവാൻ ആരാണ്? ഈ കൃഷ്ണൻ സാക്ഷാൽ സാത്വത പുങ്കവനാണ്. യദുവംശാലങ്കാരഭൂതനായി വന്ന് അവതരിച്ചിരിക്കുകയാണ്. സത്വതന്മാർച്ച ആ യദുവംശത്തിൽ വന്ന് അവതരിച്ചവനാണ്. പോരാ, സ്വസുഖമുപഗതേ, എപ്പോഴും ആ ആത്മാനന്ദത്തിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ടും കടാക്ഷം കൊണ്ട് ഉണർന്ന തൻ്റെ യോഗമായ കൊണ്ട് ഈ ബ്രഹ്മാണ്ട കോടികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. യത് ഭവപ്രവാഹ, ഈ ഭവം, ഈ സംസാരം, ഇതൊക്കെ ആ ഭഗവാന്റെ യോഗമായ കൊണ്ട് ഉണ്ടായി നിലനിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരതിശയമായ വർണ്ണിക്കാനാവാത്ത നിത്യ ആനന്ദത്തിൻ്റെ സ്വരൂപമായവനും ആ ആത്മാനന്ദത്തിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനും ക്രീഡയ്ക്കായി ലീലയ്ക്കായി തന്നിൽ ലയിച്ചിരിക്കുന്ന യോഗമായയെ കടാക്ഷിച്ച് ആ കടാക്ഷം കൊണ്ട് ഉണരുന്ന ആ മായ കൊണ്ട് ബ്രഹ്മാണ്ടകോടികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവനും കാലദേശങ്ങളെന്ന പരിധികളില്ലാത്തവനും ഇപ്പതാ യദുകുല വംശ അലങ്കാരഭൂതനായി സാത്വത വംശത്തിൽ വന്ന് അവതരിച്ച് ലോകാനുഗ്രഹം ചെയ്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ ചതുർബാഹുവായി സച്ചിദാനന്ദ സ്വരൂപനായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സർവേശ്വര കൃഷ്ണ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ വിതൃഷ്ണാമതി ഉപകൽപ്പിത, ഒന്നിലും ആഗ്രഹമില്ലാത്ത, മോക്ഷത്തിൽ പോലും ആശയില്ലാത്ത, എന്നാൽ ഈ ഭഗവാനെ കണ്ടിട്ട് എത്ര കണ്ടിട്ടും തൃപ്തി വരാത്ത എൻ്റെ മനസ്സ് രമിക്കണമേ, ഉറക്കണമേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ഭീഷ്മരുടെ മനസ്സിൽ ഒന്നിലും തൃഷ്ണയില്ല, ആഗ്രഹമില്ല, കൊതിയില്ല. ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ മനസ്സ് ഈ ഭഗവാനോട് ചേരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ ത്രൈലോക്യസുന്ദരമായിട്ടുള്ളതായ ആ സ്വരൂപത്തെയാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരെയും ലക്ഷ്യം ഇതായിരിക്കണം. എന്താ? തൻ്റെ മനസ്സ് ഭഗവാനിൽ ചേരണം. ഭീഷ്മരുടെ ആഗ്രഹത മനസ്സ് ഭഗവാനോട് ചേരണം, ഭഗവാനിൽ ലയിക്കണം. അതിന് യോഗ്യത എന്താ? വിതൃഷ്ണ, തൃഷ്ണ പോകണം എന്നർത്ഥം. ഒന്നിലും ആശയില്ലാണ്ടാവണം. ആശയറ്റ മനസ്സേ ഭഗവാനിൽ ഉറയ്ക്കുള്ളൂ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യാം. വിജയസഖേന ഭഗവാന്റെ ഭക്തവാത്സല്യം കാണിക്കാനാ. പാർത്ഥസഖേ, പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ എനിക്ക് ദിവ്യഭക്തി ഉണ്ടാകട്ടെ, പരമഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിച്ചാലും ഭഗവാനെ. അനവദ്യ ഭക്തി, എങ്ങനെയുള്ള ഭക്തിയാണ്? മുക്തിയിൽ പോലും ആശയില്ലാത്ത ഭക്തി, മുക്തി വേണ്ടാത്ത ഭക്തി. മുക്തിക്ക് വേണ്ടി ഭജിക്കുന്ന ഭക്തി ഒരുപടി താഴെയാണ്. അനവദ്യ, യാതൊരു കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ പരിശുദ്ധമായ ഭക്തി ഭഗവത് പാതാരങ്ങളിൽ ഉണ്ടാവണമേന്ന്. ഇങ്ങനെയുള്ളതാണ് അവിടുത്തെ ആ സ്വരൂപം. ത്രിഭുവനഗമനം, മൂന്ന് ലോകത്തിലും വെച്ച് അത്യന്തം സുന്ദരമായിട്ടുള്ളതാണ്. എത്രൈലോക്യമഹീയസോപി മഹിതം തദ്രൂപം. ഭഗവാനെ അവിടുത്തെ സ്വരൂപം ഈ മൂന്ന് ലോകത്തിലുമുള്ള സൗന്ദര്യ വസ്തുക്കളുടെ ചാറെടുത്തുണ്ടാക്കിയതാണ്.
സൗന്ദര്യസാര സർവസ്വമേന ഭഗവാനെ പറയണത്. സൗന്ദര്യസാര സർവസ്വമാണ് ഭഗവാൻ. ഈ ശ്രീകൃഷ്ണനെ പോലെ ഒരു സൗന്ദര്യ വിഗ്രഹം, ഒരു രൂപം ഈ ലോകത്തിലുണ്ടായിട്ടില്ല. അത്രയും സൗന്ദര്യനായിട്ടുള്ള ഭഗവാൻ. പ്രാർത്ഥിക്കണു, വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ, സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ, ഇന്ദുചൂടനും ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. അതാണ് ത്രിഭുവനകമനം. 3 ലോകങ്ങളെയും അതിശയിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവനും, തമാലനീലം, തമാലവർണ്ണം, തമാലത്തിനെ പോലെ നീലവർണ്ണത്തോടു കൂടിയവനും അല്ലെങ്കിൽ മേഘവർണ്ണത്തോടു കൂടിയവനും, രവികര ഗൗരവര അംബരം ദധാനി. അംബരം വസ്ത്രം. എങ്ങനെയുള്ള അംബരമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്? മഞ്ഞപ്പെട്ട. ആ മഞ്ഞപ്പെട്ടനെ സൂചിപ്പിക്കാൻ പറഞ്ഞു. പ്രഭാത സൂര്യൻ്റെ ആ കിരണങ്ങളെ പോലെ ശോഭിക്കുന്ന മഞ്ഞപ്പട്ടുടുത്തവനും. വപു അളകകുല ആവൃത ആനനാബ്ജം. മുഖത്ത് ഭഗവാന്റെ തലയിൽ നിന്ന് ആ കുറുനിരകൾ നെറ്റിയിലിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുന്തളങ്ങൾ മുഖത്തിങ്ങനെ പാറിപ്പറക്കുന്നവനും, അതിസുന്ദരമായിട്ടുള്ള മുഖാരവിന്ദത്തോടു കൂടിയവനുമായ പാർത്ഥസാരഥിയിൽ വിജയസഖനിൽ എൻ്റെ മനസ്സ് പരമപ്രേമപൂർവ്വം ഉറയ്ക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. എന്താ പാർത്ഥസാരഥിയെ സ്മരിച്ചത് ഇവിടെ? ഭഗവാന്റെ ഏറ്റവും വലിയ വാത്സല്യം ഈ പാർത്ഥസാരഥിയിലത്രേ. എന്താ കാരണം? പലയിടത്തും ഭഗവാൻ പലർക്കും മുക്തി കൊടുത്തുവെങ്കിലും ഒരു കൂട്ടമുക്തി കൊടുത്തത് ഭാരതയുദ്ധത്തിലാണ്. ഭാരതയുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായി അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ വന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. എങ്കിലും വാസ്തവത്തിൽ അവിടെ മരിച്ചു വീണ ഇരുപക്ഷത്തും മരിച്ചു വീണ ഓരോ ക്ഷത്രിയരും ഭഗവാന്റെ മുഖാരവിന്ദം കണ്ടു. അവരൊക്കെ അവസാനം ഭഗവത് ദർശനം നേടി മരിച്ച് വൈകുണ്ഠത്തിലെത്തിയെന്നാണ്. വാസ്തവത്തിൽ എല്ലാവർക്കും ഒരു കൂട്ടമുക്തി കൊടുത്ത ആളാ ഭഗവാൻ പാർത്ഥസാരഥി. മാത്രമല്ല, ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം 10 ദിവസമാണ് യുദ്ധം ഉണ്ടായത്. ആ 10 ദിവസം താൻ യുദ്ധം ചെയ്ത് അർജുനോട് കൂടിയിട്ടാണ്. ആ അർജുനനോട് യുദ്ധം ചെയ്യാൻ പാർത്ഥസാരഥിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് മുമ്പിൽ കണ്ടത് ഭഗവാനെയാണ്, അല്ലേ? അർജുനൻ്റെ മുമ്പിൽ സാരഥിയായിട്ട് നിൽക്കുന്നത് കൃഷ്ണനല്ലേ? മഞ്ഞപ്പട്ടുടുത്ത് പീൽ തിരുമുടിയൊക്കെ മേലോട്ട് കെട്ടിവെച്ച് പൈൽപ്പീലിയൊക്കെ ചാർത്തിയിട്ടുള്ള കീഴൊക്കെ ധരിച്ചുകൊണ്ട്, ഒരു കയ്യിൽ ചമ്മട്ടിയും ഒരു കയ്യിൽ മഞ്ഞപ്പാട്ടും എടുത്തുകൊണ്ട് വേർത്തു കുളിച്ച ശരീരത്തിൽ കുതിരകളുടെ കുളമ്പിലെ ആ പൊടി അങ്ങനെ മേലോട്ടങ്ങോട്ട് ഉയർന്ന് അതൊക്കെ പതിഞ്ഞ് തവിട്ട് നിറമായ ഭഗവാന്റെ ആ കോമള രൂപം, ആ മാറിലേക്ക് കൂരമ്പ അയച്ചവനതാനും. ആ പാർത്ഥസാരഥി രൂപം 10 ദിവസം നല്ലോണം കണ്ട് പരിചയമുണ്ട്. അതൊരു ധ്യാനമാണ്. അതുകൊണ്ട് വിജയസഖനിൽ പാർത്ഥസാരഥിയിൽ എൻ്റെ മനസ്സ് രമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പാർത്ഥസാരഥിയുടെ രൂപം ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ മകുടോദാഹരണമാണ്. വീണ്ടും അർജുന സഖ്യത്തെ തന്നെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനിൽ പ്രേമമുണ്ടാവണമെന്ന്. യുധിരു ധ്വരകരജോ വിധൂമ്ര വിശ്വ കജലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാന ത്വജിവിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനിൽ, സച്ചിദാനന്ദമൂർത്തിയിൽ, പാർത്ഥസാരഥിയിൽ എൻ്റെ മനസ്സ് ലഭിക്കട്ടെ, ഉറയ്ക്കട്ടെ എന്ന പ്രാർത്ഥന. എങ്ങനെയുള്ള ശുഭം? യുദ്ധക്കളത്തിൽ തുരക രജോ വിധൂമ്ര വിശ്വ. വളരെ വേഗത്തിൽ കുതിരകളിങ്ങനെ ഓടുന്ന സമയത്ത് കുതിരയുടെ മൊത്തത്തിൽ യുദ്ധക്കളത്തിൽ പൊടികൾ ഇങ്ങനെ മേലോട്ട് ഉയരുകയാണല്ലോ. വേർത്തു കുളിച്ച ഭഗവാന്റെ ശരീരത്തിൽ തവിട്ട് നിറമുള്ളതായ പൊടികളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചു. ഭഗവാന്റെ ചൂർണ്ണ കുന്തളങ്ങളൊക്കെ ഇങ്ങനെ പറന്നു കിടക്കണു. വേർത്ത വേർപ്പ് തുള്ളികൾ ആ കുന്തളങ്ങളിൽ ഇങ്ങനെ ഉറ്റുറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ രൂപം ഭഗവാന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശരീരത്തിൽ ഭഗവാൻ കവചം ധരിച്ചിട്ടുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ കവചത്തെ മൂർച്ചയുള്ള മൂർത്ത അമ്പുകളെ കൊണ്ട് ഭീഷ്മ പിതാമഹൻ അമ്പ് ചെയ്ത് പൊളിക്കണു. ആ അമ്പ് ഭഗവാന്റെ പോർച്ചട്ടെ പൊളിച്ച് ഭഗവാന്റെ മൃദുലമായിട്ടുള്ളതായ കോമള ശരീരത്തിൽ കുത്തിക്കേറി അവിടുന്ന് രക്തം മുഴുവനും പുറത്തേക്ക് പ്രവഹിച്ച് രക്തത്തിൽ കുളിച്ചു നിൽക്കുക ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളിൽ എൻ്റെ മനസ്സുറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. വാസ്തവത്തിൽ ഭീഷ്മര് ഭഗവാന്റെ നേരേക്ക് ഭക്തൻ ഭഗവാനെ ഇങ്ങനെ ദ്രോഹിക്കുമോ?
അർജുനൻ നേരെയാണ് അസ്ത്രം അയച്ചത് മുഴുവനും. ഭീഷ്മരയക്കുന്ന ഓരോ അസ്ത്രവും തൻ്റെ ഭക്തരക്ഷയ്ക്ക് വേണ്ടി മാറ് കാണിച്ച് സ്വീകരിച്ചു ശ്രീകൃഷ്ണൻ. ആ ഭക്തരക്ഷ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. മുമ്പിൽ നിൽക്കുകയാണ് വേർച്ചട്ടയൊക്കെ കൊണ്ട് ഭഗവാൻ. അർജുനന് ആപത്ത് വരാൻ പാടില്ല. നമ്മെ ഭക്തപ്രണശ്യതി എന്നല്ലേ. ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ സ്വീകരിച്ചു ഭീഷ്മരുടെ അമ്പുകൾ ഓരോന്നും. ആ അമ്പ് കൊണ്ടിട്ട് പോർച്ചട്ട പൊട്ടി. ആ പോർച്ചട്ട പൊളിഞ്ഞ് ഭഗവാന്റെ ആ സുന്ദരമായ പൊൻ തിരുമേനിയിൽ കുത്തി ഏറി രക്തം കൊണ്ട് ഭഗവാന്റെ ശരീരം മുഴുവനും അലങ്കൃതമായി അഥവാ അഭിഷിക്തമായി. അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ഉറയ്ക്കണമേ ഭക്തിയോടുകൂടിയെന്ന്. വാസ്തവത്തിൽ ഇവിടെ ഒരു സൂചന എന്താ? ഇങ്ങനെ ഭഗവാനെ ദ്രോഹിച്ചവനാണ് ഞാൻ, ദുഷ്ടനാണ്, നീചനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് അർഹതയുണ്ടോ? എന്നിട്ടും ഭഗവാൻ എന്നോടുള്ള വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് എൻ്റെ മുമ്പിൽ എന്നെ അനുഗ്രഹിക്കാൻ വന്ന് നിൽക്കണുണ്ടോ എപ്പോഴും? ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ മഹത്വം കാണിക്കുക. പിന്നെ ആ യുദ്ധക്കളത്തിൽ നടന്ന സംഗതികളൊക്കെ ഇപ്പോൾ ഭീഷ്മരെ ഓർമ്മിക്കുക. ഗീത അർജുനൻ മറന്നുപോയി, ഭീഷ്മർ മറന്നിട്ടില്ല. ഭീഷ്മർ ആ രംഗം മുഴുവനും മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോ ബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരഷ്ണ ഹൃതവതി പാർത്ഥസഖേരധിർമ്മമാസ്തു. സഖിവച നിശമ്യ, തൻ്റെ സഖാവായ അർജുനൻ്റെ വാക്കുകൾ കേട്ടു. എന്താ സഖി പറഞ്ഞത്? നിജപരയോഹോ ബലയോഹോ മധ്യേ രഥം നിവേശ്യ. കൃഷ്ണ, സേനയോഹോ ഉഭയോഹോ മധ്യേ രഥം സ്ഥാപയാം. രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് എൻ്റെ തേരൊന്ന് കൊണ്ടു നിർത്തൂ. അതെന്തിനാ? ആരൊക്കെയാണ് നമുക്ക് മിത്രങ്ങൾ, ആരൊക്കെയാണ് ശത്രുക്കൾ, ആരോടൊക്കെയാണ് ഞാൻ ആരെയൊക്കെയാണ് ഞാൻ അസ്ത്രം കൊണ്ട് നേരിടേണ്ടത്, ആരൊക്കെയാണ് ആ ദുര്യോധനെ സഹായിക്കാൻ വന്നിരിക്കുന്നത്, ഇവരൊക്കെ ഞാൻ നോക്കി കാണട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനോട് രണ്ട് സൈന്യങ്ങളുടെയും അടുക്ക് തേരിനെ കൊണ്ടു നിർത്താൻ പറഞ്ഞു. ഭഗവാനോ നിജപരയോഹോ ബലയോഹോ മധ്യേ രഥം നിവേശ്യ. രണ്ട് സൈന്യങ്ങളുടെയും, അർജുനൻ്റെയും ശത്രുക്കളുടെയും, പാണ്ഡവരുടെയും ദുര്യോധനാദി രണ്ട് സൈന്യങ്ങളുടെയും അടുക്ക് തേരിനെ കൊണ്ട് നിർത്തി. എവിടെ കൊണ്ട് നിർത്തിയത്? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതം. മൊത്തത്തിൽ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക്. അർജുനൻ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് തേര് കൊണ്ടാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, അർജുന നോക്ക് ആരൊക്കെയാണ് എനിക്ക് എതിർപക്ഷത്ത് വന്നേക്കണേന്ന്. ഉവാച പറഞ്ഞു, പശ്യ നോക്കെന്ന്. അർജുനൻ കാണുന്നില്ലേ? അല്ലെങ്കിലും അർജുനൻ കാണുന്നില്ലേ? എങ്കിലും അർജുനൻ്റെ ആ ദൗർബല്യത്തെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് എടുത്ത് ഓരോരുത്തരും നോക്ക ഓരോരുത്തരെയും. സമവേദാൻ കുരൂൻ, ഇതാ വന്നു ചേർന്ന് നിങ്ങളെ കൗരവന്മാരെ നോക്ക്. അതിൽ വിശേഷിച്ചും ആരെയൊക്കെ കൊല്ലാൻ അർജുനന് കഴിയില്ല എന്ന് വിചാരമുണ്ടോ, പേടിയുണ്ടോ? അവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു. ഭീഷ്മം ച ദ്രോണം ച ജയദ്രഥം ച കർണം തഥ അന്യാനപി യോധവീരാൻ. അതിനാ ഭഗവാൻ പറഞ്ഞത്. നോക്ക്, ഭീഷ്മര്, ദ്രോണര്, കർണര്, ജയദ്രഥൻ, കാണല്ലേ ഇവരെയൊക്കെ ജയിക്കാൻ പറ്റില്ല അർജുനെ. ഇവരെയൊക്കെ ജയിപ്പിച്ചത് ഭഗവാനാണെന്ന് നമുക്ക് മഹാഭാരതം വായിച്ചറിയാം. അപ്പോൾ അർജുനൻ്റെ വാക്ക് കേട്ട് രണ്ട് സൈന്യങ്ങളെ നടുക്ക് തേര് കൊണ്ട് നിർത്തി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇവിടെ പറയണു, അവിടെ ഭഗവാൻ അവിടെ ചെയ്തത് എന്താന്ന് അവിടെ ഗീതയിലോ ഭാരതത്തിലല്ല പറഞ്ഞത്, ഇവിടെ ഭാഗവത്തിൽ ഭക്തനെ മനസ്സിലായിട്ടുള്ളൂ. എന്ത് ചെയ്തു? സ്ഥിതവതി പരസൈനിക ആയു, ശത്രു സൈന്യത്തിൽ നിന്നവരുടെ ആയുസ്സിനെ അഷ്ണാഹൃതവതി, കണ്ണുകൊണ്ട് കടക്കൺ നോട്ടം കൊണ്ട് അപഹരിച്ചെടുത്തു. നോക്കണേ, ശത്രുക്കളെ നോക്കി ചൂണ്ടിക്കാണിച്ച് അവരെ പരിചയപ്പെടുത്തി കൂടെ എന്ത് ചെയ്തത്രേ? കൃഷ്ണൻ തൻ്റെ കടാക്ഷമാത്രം കൊണ്ട്, നോട്ടം മാത്രം കൊണ്ട് ആ ശത്രുക്കളുടെ മുഴുവനും ആയുസ്സിനെ അപഹരിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ ഭക്തനായ വിജയനെ വിജയിപ്പിക്കാൻ വേണ്ടി. ഭഗവാനാണ് വിജയിപ്പിച്ചത്. എന്നിട്ടാ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ അത് ഭീഷ്മർക്ക് മനസ്സിലായി. പറഞ്ഞു, ഇവരൊക്കെ ഉണ്ടല്ലോ, ഭീഷ്മഞ്ച ദ്രോണഞ്ച ജയദ്രഥഞ്ച സർവാൻ, അവരെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു. മയൈവൈരേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസായി. ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു. എപ്പോൾ കൊന്നു?
ആ നോട്ടം പരിചയപ്പെടുത്തിയില്ലേ? ആ നോട്ടം മാത്രത്തിൽ, കടാക്ഷമാത്രം കൊണ്ട്, തൃക്കണ്ണുകൊണ്ട് അവരൊക്കെ ഇത് ഭീഷ്മരിതാ, ദ്രോണര് ഇതാ, ജയദ്രഥൻ ഇതാ, കർണൻ എന്ന് കാണിച്ചു കൊടുക്കുക എന്ന വ്യാജേന തൻ്റെ തൃക്കണ്ണുകൊണ്ട് അവരുടെ ആയുസിനെ അപഹരിച്ച് തൻ്റെ ഭക്തനായ വിജയനെ അനുഗ്രഹിക്കുന്ന ആ അർജുന സഖാവായ പാർത്ഥസാരഥിയുടെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് പരമപ്രേമം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. മയാഹതാൻ ത്വം ജഹി എന്നാ ഭഗവാൻ പറഞ്ഞത്. ഞാൻ കൊന്നവരെ നീ ജയിച്ചോളാൻ. നോക്കൂ, ഭീഷ്മം ച ദ്രോണം ച ജയദ്രഥൻ ച കർണം തഥ അന്യാനവിയോധവീരൻ. ഇവരെ മാത്രമല്ല, ഇവരെ അർജുനന് ഒട്ടും പറ്റില്ല എന്ന് ഉറപ്പുണ്ട്. പിന്നെ അന്യാനവി, മറ്റുള്ള യുദ്ധവീരന്മാരെയും മയാഹതാൻ ഞാൻ കൊന്നു വെച്ചേക്കുക. മയാഹതാൻ എന്നാൽ കൊല്ലപ്പെട്ടവരാ, ഞാൻ കൊന്നു. ഞാൻ കൊന്നവരെ ത്വം ജഹി നീ ജയിക്കുക എന്നാണ് പറഞ്ഞത്. അതാ ഭഗവാനുടെ. അത് എപ്പോഴാണ് സാധിച്ചത്? ഭഗവാൻ ഗീതോപദേശത്തിൽ പറയണതാണത്. പക്ഷെ ഇവിടെ ഭീഷ്മരാണ് ആ ഭഗവാൻ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ടത് ഇപ്പം പറഞ്ഞു തരണത്. ഇതായിരുന്നു ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടു നിർത്താനേ അർജുനൻ പറഞ്ഞുള്ളൂ. കൊണ്ടു നിർത്തി ഭീഷ്മദ്രോണാദികളൊക്കെ ചൂണ്ടിക്കാണിച്ച് പരിചയപ്പെടുത്തിയതിലൂടെ കൃഷ്ണൻ ചെയ്തതെന്താ? അവരുടെയൊക്കെ ആയുസിനെ അപഹരിച്ച് തൻ്റെ ഭക്തനെ വിജയിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഭക്തവത്സലനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ മനസ്സ് പ്രേമപൂർവ്വം ഉറയ്ക്കാൻ അനുഗ്രഹിക്കണമേ കൃഷ്ണ. ബാഹ്യശത്രുക്കളെ മാത്രമാണോ ഭഗവാൻ അനുഗ്രഹിച്ചത്? അല്ല, നമുക്ക് ബാഹ്യശത്രുക്കളേക്കാൾ വലുത് ആന്തരശത്രു ഉണ്ട്. എന്താ ആന്തരശത്രു? അജ്ഞാനമാണ് ഏറ്റവും വലിയ ശത്രു നമ്മുടെ, അല്ലേ? അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന മമതകൾ, ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനം, രാഗദ്വേഷാദികൾ, മതമത്സരാദികൾ, ഇതിനെയും ആരാ നശിപ്പിക്കുക? നമ്മളൊട്ടും നശിപ്പിക്കില്ല. പുറത്തെ ശത്രുക്കളെ പിന്നെയും നമ്മൾ അകത്തുള്ളവരെ ഒട്ടും നശിപ്പിക്കില്ല. അവരോട് നമുക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. ഭഗവാൻ തന്നെ നശിപ്പിക്കണം. പറയണു, വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിമഹരത് ആത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യമേസ്തു. ഇങ്ങനെ ഓരോരുത്തരെ നോക്കൂ, ഭീഷ്മരും ദ്രോണരും ജയദ്രഥനും നോക്ക. അർജുന, ഞാൻ കൊന്ന ഇവരെയൊക്കെ നീ ജയിച്ചോ എന്ന് പറയേണ്ട താമസം വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ. എന്ത് അർജുനൻ എന്ത് ചെയ്തു? ഉടനെ അയ്യോ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, വയ്യാ ബന്ധുക്കളെ കൊല്ലുവാനായി എന്ന് പറഞ്ഞ് വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ മുഖം തിരിച്ചു. യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചു. ശത്രുക്കളെ ഭീഷ്മദ്രോണാദികളെ കണ്ടുടനെ കഷ്ടം, പ്രിയബന്ധുക്കളെ കൊല്ലാൻ ഞാൻ പുറപ്പെട്ടുവല്ലോ. അഹോ ബദമഹത്പാപം കർത്തും വ്യവസിതാവയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. ഈ വാക്കുകളൊക്കെ ഗീതയിൽ കേൾക്കാം, 1-ാം അധ്യായത്തിൽ. അയ്യോ, ഈ മഹാപാപം ചെയ്യാൻ ഞാൻ പുറപ്പെട്ടുവല്ലോ. ഈ രാജ്യക്കൊതിയനായ ഞാൻ ഈ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഈ മഹാന്മാരായ ശ്രദ്ധക്കാരെ കൊല്ലാൻ പുറപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ ഉള്ളിലെ ശത്രുവാകുന്ന അജ്ഞാനത്താൽ ഉണ്ടായ അഹങ്കാരം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട്, ഞാൻ എൻ്റെ എന്നുള്ള മമത കൊണ്ട് സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അർജുനന് ആത്മവിദ്യയാ, ഭഗവത്ഗീതയാകുന്ന ആത്മജ്ഞാനോപദേശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അകത്തെ ശത്രുവായ അജ്ഞാനത്തെയും അഹന്താമമതകളെയും തീർത്ത് കുമതിം അഹരത്, ആ കുമതിയെ സുമതിയാക്കി മാറ്റി. മതി ബുദ്ധി. ഇന്ന് നമ്മുടെ ബുദ്ധി കുമതിയാ. ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരാദികളോടുകൂടി അജ്ഞാനത്തോടുകൂടി ഇരിക്കുന്ന ബുദ്ധി കുമതിയാണ്. സുമതി എപ്പോഴാ? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ. ലേ ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാൽ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹതി ഇത്യാദി ഉപദേശങ്ങൾ കൊടുത്തു. ലേ ആര്? കോ ഹന്ത കോ ഹതഹ. ആര് കൊല്ലപ്പെടുന്നവൻ, ആര് കൊല്ലുന്നവൻ? അജ്ഞാനം കൊണ്ടാണ് ഞാൻ കർത്താവാണ്, ഞാൻ ഇതിന് ഭോക്താവാണെന്നൊക്കെ തെറ്റിദ്ധാരണയാവണത് എന്നൊക്കെയുള്ള ഈ ആത്മതത്വ ഉപദേശത്തിലൂടെ ആ ഭക്തനായ അർജുനൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ശത്രുവിനെയും നശിപ്പിച്ച്, പുറത്തെ ശത്രുവിനെ നശിപ്പിച്ചു, അകത്ത ശത്രുവിനെയും നശിപ്പിച്ച് ആ ഭക്തനെ അനുഗ്രഹിച്ച ലോകഗുരുവായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രേമമുണ്ടാവട്ടെ എനിക്ക്. എൻ്റെ മനസ്സ് ആ ഭഗവത്പാദങ്ങളിൽ ഉറയ്ക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഇന്നത്തെ പ്രാർത്ഥന. പിന്നത്തെ പ്രാർത്ഥന ഉണ്ടായത്.
വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരത് ആത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. തസ്യ ചരണരതി മേ അസ്തു. അവിടുത്തെ ചരണങ്ങളിൽ രതി ഉണ്ടാകണേ, പ്രേമമുണ്ടാകണമേ. ഇതുവരെ ഭക്തനായ അർജുനെ അനുഗ്രഹിച്ച രംഗ പറഞ്ഞതല്ലേ. ഇന്നത്തെ 2 ശ്ലോകത്തിൽ ഭഗവാൻ തന്നിൽ ചെയ്ത മഹത്തായ അനുഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഭഗവാൻ ചെയ്ത കാരുണ്യത്തിന് കൃതജ്ഞതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് പറയുന്ന സ്തുതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഭീഷ്മരുടെ ഹൃദയസ്പർശിയായ സ്തുതി നമുക്ക് നാളെ കാണാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.